Okay, hi guys. കേൾക്കുന്നുണ്ടോ? Anyone here? Okay, join ചെയ്തോളൂ. Okay, join ആയോ? ലഹാൽ, okay. then ആരൊക്കെ വന്നിട്ടുണ്ട്? ലഹാൽ വന്നു, പിന്നെ നജ വന്നു. Alright. So should we start or wait for others? What are you guys going to say? Start ചെയ്യാം. Say something. എന്തേലും പറഞ്ഞോളൂ. Okay. Okay, then let's start then. So, hi all. I'm MZ in front of you. നമ്മുടെ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ വി ആർ നൗ ടേക്കിംഗ് ആനിമൽ കിങ്ഡം റൈറ്റ് നൗ. നമുക്കറിയാം ആനിമൽ കിങ്ഡത്തെ പറ്റി. നമ്മൾ ഇന്നലെ എന്തൊക്കെ തീർത്തു? നമ്മൾ ഇന്നലെ പ്ലാന്റ് കിങ്ഡത്തെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. എല്ലാ ക്ലാസ്സിനെ പറ്റി എല്ലാം പഠിച്ചു. നൗ ടുഡേ ലൈക്ക് യെസ്റ്റർഡേ നമ്മൾ ആനിമൽ കിങ്ഡം ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് എന്നല്ല, നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട് ഫൈലംസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ലൈക്ക് ഓൺ വാട്ട് ബേസിസ് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനത്തെ ഓരോ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഹൗ ദീസ് കാറ്റഗറീസ് ആർ ബേസ്ഡ് അപ്പോൺ ലൈക്ക് സീലോമേറ്റ്സ്, എന്തിനാണ് ഈ സീലം വെച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ദെൻ അബൌട്ട് ദ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ലൈക്ക് ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. Then we talked about what? Then we talked about the digestive system, different types of digestive system കുറിച്ച് പറഞ്ഞു. Then different types of circulatory system, open, closed, അതെല്ലാം കുറിച്ച് പറഞ്ഞു. Then we just started about the first few phylums. നമ്മൾ ഫൈലം ഏതൊക്കെ തീർത്തു? ഫൈലം പോറിഫറ. പോറിഫറ കൺസിസ്റ്റ് ഓഫ് സ്പോഞ്ചസ്. അതിന് ഒരുപാട് സ്ട്രക്ചേഴ്സ് എല്ലാം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ലൈക്ക് വാട്ടർ കനാൽ സിസ്റ്റം, then spicules and sponge fibers made up of exoskeleton. Okay, these are all entrance points. Okay, ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം വൺ വേർഡ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്, ഓർ മേ ബി സെൻറ്റൻസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് ഇതിനകത്ത്. സോ യു ഹാവ് ടു ബി കീൻ. ഐ ഹോപ്പ് നിങ്ങളെല്ലാം ഇത് വായിച്ചിട്ടുണ്ടെന്നാണ്, അതായത് ഇന്നലെ എടുത്ത പോർഷൻസ് എല്ലാം. ഓക്കെ അല്ലേ? ഐ തിങ്ക് യാ. കാരണം എക്സാമ്പിൾസ്, എല്ലാത്തിനും എക്സാമ്പിൾസ് നല്ലപോലെ പഠിക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു പച്ചവെള്ളം പോലെ വരണം. നമുക്ക് ലൈക്ക് ഫ്രാങ്ക്ലി സെയിങ് നമ്മൾ പറയുന്നു ലൈക്ക് പോറിഫറ എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മനസ്സിലേക്ക് കയറി വരേണ്ട ആരൊക്കെയാണ്? സൈക്കോൺസ് കൈഫ, അത് പെട്ടെന്ന് കയറി വരണം. ദെൻ സ്പോഞ്ചില്ല, ബച്ച് സ്പോഞ്ച് ആൻഡ് യു സ്പോഞ്ചിയ, അതെല്ലാം പെട്ടെന്ന് കയറി വരണം. ഓക്കെ, സോ ദാറ്റ്സ് ദ മെയിൻ കീ തിങ്. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് റിപ്പീറ്റഡ്ലി റീഡ് ദ സെയിം തിങ്. നമുക്കറിയാം ഒരു സെയിം സംഭവം, ഈ സംഭവം നിങ്ങളെല്ലാം ഒരു വട്ടം പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. വീണ്ടും വായിക്കുമ്പോഴേക്ക് ഇതൊരു പുതിയ പോലെ തോന്നുന്നു അല്ലേ? ഇറ്റ്സ് ഓബ്വിയസ്, ഇറ്റ്സ് നോർമൽ, പക്ക നോർമലാണ്. ബിക്കോസ് വൈ? ഇത് ഹൈലി വൊളറ്റൈലായ സബ്ജക്റ്റാണ്. ഇത്രയും വൊളറ്റൈലായ സബ്ജക്റ്റാണ് ബയോളജി. കാരണം ഒരുപാട് സിമിലർ തിങ്സ് വരും. പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ബട്ട് ഇതുപോലത്തെ സിമിലറായി മറ്റൊരു കാര്യം വരുന്നു. ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ലൈക്ക് ഫോർ എക്സാമ്പിൾ
ഹിയർ നിഡേറിയയിൽ നമ്മൾ നിഡോസൈറ്റ്സ് പറഞ്ഞു. പിന്നെ ലൈക്ക് എന്താ നെമറ്റോസിസ്റ്റ് പറഞ്ഞു. നെമറ്റോഡിലാണോ അതോ ലൈക്ക് വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെ ഒരു പെട്ടെന്ന് ചെറിയൊരു ഡൗട്ട് വന്നാൽ പിന്നെ വിൽ ഓൾ ജസ്റ്റ് പാനിക് ആൻഡ് ജസ്റ്റ് അറ്റർ എവറിത്തിങ്. നമുക്ക് പിന്നെ ഒരിക്കലും ഒന്നും ഓർമ്മ വരില്ല. ഓക്കെ, നെമറ്റോസിസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ബി കീൻ ഫോക്കസ്ഡ് ആൻഡ് യു ഹാവ് ടു ലേൺ ലൈക്ക് നെമറ്റോസിസ്റ്റ് ഈസ് ഫൗണ്ട് ഇൻ നിഡോബ്ലാസ്റ്റ് ആൻഡ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ നിഡോബ്ലാസ്റ്റ് ഇൻ ടേൺ ഇസ് ഫൗണ്ട് ഇൻ നിഡേറിയസ്. അതുകൊണ്ടാണ് സീലൻഡ്രൈറ്റിനെ നിഡേറിയ എന്ന് വിളിച്ചത്. സോ ആ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അതിനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ ബയോളജിയെ അത്രയധികം ലൈക്ക് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്കറിയാം ലൈക്ക് നമ്മുടെ പ്രൈമറിയും 200+ മാർക്സ് വേണം. നമുക്ക് 200+ മാർക്സ് വേണമെങ്കിൽ ലൈക്ക് 360 മാർക്സ് കമ്മിങ് ഫ്രം ജസ്റ്റ് ബയോളജി മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 360 മാർക്സിന് ടോട്ടൽ ഇതിൽ നിന്നും മാത്രം. ഓക്കെ, സോ യു ഹാവ് ടു ബി നമ്മൾ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുന്നത് എന്തിനാ അറിയോ? ലൈക്ക് ടു നോ ഹൗ ആർ ദിസ് ക്വസ്റ്റ്യൻ ബീങ് ആസ്ഡ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത്രയും കാലമായിട്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈക്ക് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഔട്ട് സം ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് PDF എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അബൌട്ട് നമ്മൾ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സ് അപ് ടു ആനിമൽ കിങ്ഡം ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ബയോളജി ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ദെൻ പ്ലാന്റ് കിങ്ഡം തന്നിട്ടുണ്ട്, ദെൻ ആനിമൽ കിങ്ഡം തന്നിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വർക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ സെൽഫ് രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം. ഓക്കെ, യു ഹാവ് ടു റീഡ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ അൺടിൽ ഇറ്റ് ഗെറ്റ്സ് ഇംപ്രിൻറ്റഡ് ഓൺ യുവർ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിൽ അതിങ്ങനെ കൊത്തിയെടുത്ത പോലെ ആയിരിക്കണം. നിങ്ങൾ ഒറ്റയടിക്ക് വരണം. ഓക്കെ, ഒരു പാട്ട് പോലെ അല്ലെങ്കിൽ ഒരു കവിത പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റണത്. ഓക്കെ, അത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു, ദെൻ ദ സക്സസ് ഇൻ യുവർ ഹാൻഡ്സ്. ഓക്കെ, അതാണ് നിങ്ങളുടെ വിജയം. അതാണ് നിങ്ങൾക്ക് ലൈക്ക് മാർക്സ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്കൂൾ എക്സാമിന് തലേ ദിവസം പഠിച്ചു പോയതുപോലെ അല്ല നീറ്റ് എക്സാമിന് പോകേണ്ടത്. യു ഷുഡ് ബി അട്ടർലി ലൈക്ക് എല്ലാ പോയിൻറ്റ്സും നിങ്ങളുടെ കയ്യിലിരിക്കണം. ഓക്കെ, ആൻഡ് യു ഷുഡ് ഹാവ് 0 കൺഫ്യൂഷൻസ് ഇൻ ഇറ്റ്. നമ്മൾ 100% ഞാൻ പറഞ്ഞു 100% ഷുവറായ ആൻസർ ആണെങ്കിൽ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് എല്ലാ കേസും അങ്ങനെയല്ല. യു ഹാവ് ടു റീച്ച് ഔട്ട് ടു ദാറ്റ് കൺക്ലൂഷൻ. അതായത് വേറെ 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ 3 ഓപ്ഷൻസ് അല്ല, ഈ ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ വരുള്ളൂ എന്നൊരു കൺക്ലൂഷനിലേക്ക്, അതും വെറും 1 മിനിറ്റിനുള്ളിൽ. ഓക്കെ, ബയോളജി നമ്മൾ 1 മിനിറ്റ് പോലും പറയാറില്ല. 1 മിനിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ എത്രത്തോളം ബയോളജിക്ക് ടൈം സേവ് ചെയ്യുന്നു, വി ക്യാൻ യൂസ് ദാറ്റ് ടൈം ഇൻ വാട്ട് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. നമ്മൾ എത്ര ആലോചിച്ചിട്ട് ലൈക്ക് സംടൈംസ് ലൈക്ക് ഒരു ചെറിയ മൈനോറിറ്റി ലൈക്ക് ഫ്യൂ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ട അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഞങ്ങൾ തരാം. ഓക്കെ, വഴിയിൽ തന്നെ ലൈക്ക് ഓൺ ദ കോഴ്സ് വിൽ ഗിവ് യു ഓൾ ദസ് മൈന്യൂട്ട് ടിപ്സ്. അതായത് ഫോർ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിലും കുറച്ച് മാർക്സ് അതിൽ സ്കോർ ചെയ്താൽ ഇറ്റ് വുഡ് ബി എ ബെറ്റർ ബൂൺ. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ബട്ട് ബയോളജി നോ കോംപ്രമൈസ് ഇൻ ഇറ്റ്. എല്ലാം നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് മാത്രമേ വരുള്ളൂ. ഒരു 1-2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നു, അത് പോട്ടെ, അത് വിട്ടേക്ക്, അത് വേണ്ട, അതിലുള്ള മാർക്ക് നമുക്ക് വേണ്ട. ബട്ട് ഓൺലി ഓൾ തിങ്സ് ഇൻ NCERT. NCERTയിലൊരു സാധനം നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ആ ഒരു ഒറ്റ എയിം വെച്ച് അതൊരു ശബ്ദം ചെയ്ത് വെക്കണം. ഓക്കെ, NCERTയിലൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ അതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല. NCERTയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ അതൊരിക്കലും ഞാൻ തെറ്റിക്കളയില്ല. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. ഓക്കെ, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു ഫോഴ്സ് വെച്ച് വരണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, സോ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മളെവിടെ എത്തിയപ്പോൾ? നമ്മൾ ഫൈലം ടീനോഫോറ കഴിഞ്ഞു, പ്ലാറ്റിഹെൽമിനസ് കഴിഞ്ഞു. പ്ലാറ്റിഹെൽമിനസിൽ നമ്മൾ എന്ത് പറഞ്ഞു? ദേ ആർ ലൈക്ക് എൻഡോ പാരസൈറ്റ്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ലൈക്ക് സൈഡിലേക്ക് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇന്നലെ ഇവരെല്ലാവരും most of them were there, but still there were some limitations. Like here we can write like sex, then fertilization, development. ഇതെല്ലാം ഞാൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി എഴുതുന്നുണ്ട് എല്ലാ ഫയലത്തിലും. വൈ? ജസ്റ്റ് ടു കമ്പയർ ആൻഡ് ലേൺ. ദാറ്റ്സ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേൺ. ഓക്കെ, നമ്മളിങ്ങനെ വായിച്ച് നോക്കി ഫൈലം പ്ലാറ്റിഹെൽമിനസ്. ഇതിൽ നമ്മൾ എന്ത് കണ്ടു? സക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ദെൻ ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ, ദെൻ ഡെവലപ്മെൻറ്റ് ഇസ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു? ഡൈജഷൻ ലൈക്ക് ബോത്ത് ഇൻട്രാസൽ ആൻഡ് എക്സ്റ്റേണൽ. ഇതെല്ലാം ജസ്റ്റ് വായിച്ച് വിട്ട് ചെയ്തു. ബട്ട് ഇതെന്താ? ഇനി അടുത്ത പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഒരു കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിക്കുന്നു. ടീനോഫോറിൽ വാട്ട് ടൈപ്പ് ഓഫ് ഡൈജഷൻ ഇസ് സീൻ? എന്ത് ടൈപ്പ് ഡൈജഷൻ കാണുന്നു? ഓപ്ഷൻ എ ഇൻട്രാ സെല്ലുലാർ, ഓപ്ഷൻ ബി എക്സ്ട്രാ സെല്ലുലാർ, ഓപ്ഷൻ സി ഇൻട്രാ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. ഇങ്ങനത്തെ ഓപ്ഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ചൂസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. നമ്മൾ സ്കൂൾ എക്സാമിന് എങ്ങനെയായിരുന്നു? സ്കൂൾ എക്സാമിന് നമ്മൾ ലൈക്ക് ടീച്ചേഴ്സ് ഇൻട്രാ സെല്ലുലാർ എഴുതി വന്നാൽ പകുതി മാർക്ക്, ഹാഫ് മാർക്സ് ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയല്ല ഇവിടെ കേസ്, അങ്ങനെയല്ല. ഓൺലി ജസ്റ്റ് ദ സിംഗിൾ ഓപ്ഷൻ ആ ഓപ്ഷൻ ചൂസ് ചെയ്ത 4 മാർക്ക്, വേറെ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്താലും -1 മാർക്ക്. ഇതാണ് ഇവിടുത്തെ കളി. ഓക്കെ, സോ യു ഹാവ് ടു ബി യു ഹാവ് ടു ബി ദാറ്റ് മച്ച് ഫോക്കസ്ഡ് ഇൻ ഇറ്റ്. ഓൾറൈറ്റ്, നൗ ലെറ്റ്സ് ബാക്ക് ടു ടോപ്പിക്. നമ്മൾ ലാസ്റ്റ് തീർത്തത് അഷൽമിന്തസ് വരെയാണ്. ഓക്കെ, അഷൽമിന്തസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ അഷൽമിന്തസ് നമ്മൾ എന്ത് കൊണ്ടു?
അതിന് തൊട്ട് മുമ്പ് ടേപ്പ് worm കണ്ടു. ഇറ്റ് വാസ് എ ഫ്ലാറ്റ് worm. Platyhelminthes flat worms. Okay, flat worms. Now here Aschelminthes are round worms. Okay, and here what you can see, they may be നാല് ടൈപ്പ് നമ്മൾ എന്ത് പറഞ്ഞു, ഹാബിറ്റാറ്റിൽ പറഞ്ഞു. ഫ്രീ ലിവിങ് ആണെന്ന് പറഞ്ഞു, അക്വാറ്റിക് ആവാം, ടെറസ്ട്രിയൽ ആവാം, അല്ലെങ്കിൽ പാരസിറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൗണ്ട് വൺസ് ഹാം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. നൗ ഓൺവേർഡ്സ് ഇറ്റ് ബിക്കംസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് അഷ്കൽമിന്തസ് ആൻഡ് അനലിഡ, മൊളുസ്ക, ആർത്രോപോഡ എല്ലാത്തിലും എന്ത് പറ്റുന്നു, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അഷ്കൽമിന്തസ്. അതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് പഠിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലൈക്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ പോറിഫെറിയിൽ നമ്മൾ എന്ത് കണ്ടു, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. നെക്സ്റ്റ് വൺ സിലൻഡ്രേറ്റ, ടീനോഫോറ, ഇത് രണ്ടിൽ നമ്മൾ എന്ത് കണ്ടു, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടു. നെക്സ്റ്റ് വൺ ഏതാ, നമ്മൾ ഈ തൊട്ട് മുമ്പ് പഠിച്ച പ്ലാറ്റിഹെൽമിന്തസ്, അവിടെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആഫ്റ്റർ വേർഡ്സ് അഷ്കൽമിന്തസ് തൊട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേൺ. നമ്മൾ കമ്പയർ ചെയ്ത് വരയ്ക്കും. ഒരു ടാബുലർ കോളം പോലെ പഠിച്ചാൽ ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ. ആനിമൽ കിങ്ഡം എവറിത്തിങ് ക്യാൻ ബി ടാബുലറൈസ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി റിട്ടൺ ആസ് എ കോളം ഇൻ ഹിയർ. ഓക്കെ, അത് നിങ്ങളുടെ മിടുക്കുണ്ട്, ലൈക്ക് സ്വയം ഒരു ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്ക്. ദ ഹോൾ ചാപ്റ്റർ യു ക്യാൻ ഈസിലി മേക്ക് ഇറ്റ്. ഓക്കെ, അത് ഞാൻ തരുന്ന ഒരു നിർബന്ധമല്ല, യു ക്യാൻ ഇറ്റ് സെൽഫ് മേക്ക് ഇറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വാട്ട്സ് ദ അഡ്വാൻറ്റേജ് ഫോർ ഇറ്റ്, യു ക്യാൻ റീഡ് എവറി സിംഗിൾ ലൈൻ ഓഫ് ദ ചാപ്റ്റർ. ദ ഹോൾ ചാപ്റ്റർ ഇസ് വെൽ ഓർഗനൈസ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ ഓൾമോസ്റ്റ് ലൈക്ക് എ ഷെൽഫ് പോലെയാണ്. ഒരു ഷെൽഫ്, ആ ഷെൽഫിൽ നമ്മൾ ഒരു അറേഞ്ച്മെൻറ്റും ഇല്ലാതെ, ലൈക്ക് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ബുക്സ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം, അത് +2 സ്കൂൾ ബുക്സും, അതുപോലെ ലൈക്ക് നമ്മൾ ഇതിന് നോട്ട്സ് എഴുതുന്ന ബുക്സും, അതുപോലെ വേറെ പല നോട്ട്സും എല്ലാം ഒരു ലൈക്ക് അറേഞ്ച്മെൻറ്റൊന്നും ഇല്ലാതെ ഒന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ലൈക്ക് നമുക്ക് പെട്ടെന്നൊരു ഒരാൾ വന്നിട്ട് ഒരു ഫിസിക്സിൻ്റെ ബുക്ക് അന്ന് എടുത്ത് തരുക വെച്ചാൽ വി ഷുഡ് നമ്മൾ എന്താണ് തപ്പണം. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തപ്പാൻ പോലും നേരല്ല. സോ വി ഹാവ് ടു ബി വെൽ ഓർഗനൈസ്. ഫിസിക്സിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഫിസിക്സിൻ്റെ സെക്ഷൻ ഇവിടുന്ന് ഞാൻ എടുത്തു, ഇതാ ബുക്ക് ഇങ്ങനെ തരുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ വെൽ ഓർഗനൈസ് ആയിരിക്കണം. നമ്മൾ ഡൈജഷൻ്റെ ലൈക്ക് നമ്മൾ നേരിട്ട് ചോദിച്ചു സ്യൂഡോസീലമേറ്റ്സ് ചെയ്തില്ല കാണുന്നതെന്ന്. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. ആദ്യം അസീലോമേറ്റ്സിൻ്റെ സെക്ഷൻ എവിടെ വരുന്നു, അസീലോമേറ്റ്സ് സെക്ഷൻ എവിടെ വരെ വരുന്നു വെച്ചാൽ വി ക്യാൻ സേ ലൈക്ക് പ്ലാറ്റിഹെൽമിന്തസ് വരെ അസീലോമേറ്റ്സ് ആണ്. എന്നിട്ട് വരുന്നത് ആരാ, ലൈക്ക് സീലോമേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന, അനലിഡ്സ് മുതലാണ്. ഇടയിലുള്ളത് ആരാ, ഇറ്റ്സ് അഷ്കൽമിന്തസ് ഷോസ് സ്യൂഡോസീലോമേറ്റ്. They are pseudocoelom like animals and they show pseudocoelom. So direct Aschelminthes കാണുന്നു. Aschelminthes shows what type of coelom, pseudocoelom. Direct answer. We don't even need 1 minute for answering that question. നമുക്ക് എന്താ വെറും 5 സെക്കൻഡ് മതി. ഓക്കെ, ഈ 5 സെക്കൻഡ് എടുത്താൽ ബാക്കി 55 സെക്കൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ലൈക്ക് കറൻസി മെത്തേഡ്. ഓക്കെ, നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ചാൽ അപ്പുറത്ത് നമുക്ക് കൂട്ടിയെടുക്കാം. ഓക്കെ, ദിസ് ഇസ് ദ സസ്റ്റൈനബിൾ മെത്തേഡ്. സോ യു ഹാവ് ടു ഫോളോ ദിസ് തിങ്. സോ നൗ വാട്ട്, so alimentary canal is complete with a well developed muscular pharynx. An excretory tube removes body waste from body cavity through excretory pore. നമ്മൾ ഇന്നലെ പ്ലാറ്റ്ഫോംസിൽ എന്ത് പറഞ്ഞു, we told about flame cells, but here it is excretory pore and excretory tube. Next, sexes are separate. നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട് sexes are separate. Then fertilization internal. ഞാൻ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്താണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്താണ്, അതിന് ഡിഫറൻസ് എന്താണ്, അത് ഏതൊക്കെ ഓർഗാനിസത്തിൽ കാണുന്നു, ഒരു എക്സാമ്പിൾ പോലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വേർഡ് അബൌട്ട് ദ ഡെവലപ്മെൻറ്റ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ആണെങ്കിൽ എന്ത് പറ്റുന്നു, ദ ഓഫ് സ്പ്രിങ് വുഡ് ബി സിമിലർ ടു ഇൻ മോർഫോളജി ടു ദാറ്റ് ഓഫ് ദ അഡൾട്ട് വേം. ഒരു അഡൾട്ടിൻ്റെ ഒരു കുഞ്ഞു വേം പോലെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ലൈക്ക് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ ദ സ്മോൾ ഓഫ് സ്പ്രിങ് വുഡ് ബി സീൻ. ദെൻ എക്സാമ്പിൾ എന്ത് പറഞ്ഞു, AWA, Ascaris, Wuchereria and Ankylostoma. Ascaris is round worm and Wuchereria, Filaria worm and Ankylostoma is the hookworm. ഇത്ര വരെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്ത് പറയുന്നത്, now the next phylum Annelida. So phylum Annelida ഫസ്റ്റ് നമ്മൾ എന്താ, ഒരു ഫൈലം പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന സംഭവം എന്താ, അബൌട്ട് ദ ഹാബിറ്റാറ്റ്. വി ഷുഡ് ടെൽ അബൌട്ട് ദ ഹാബിറ്റാറ്റ്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഹാബിറ്റാറ്റ് അബൌട്ട് അന്നലിഡ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു പ്രോടൈപ്പ് പറയുന്നില്ല, ഒരു പ്രോടൈപ്പ് ഓർഗാനിസം എന്ന് പറയുന്നത് നമുക്ക് ഏർത്ത് എന്ന് ഓർമ്മ വരാം. ഓക്കെ, ഏർത്ത് എവിടെയൊക്കെ കാണാൻ പറ്റും, ഏർത്ത് കാണുന്നത് ലൈക്ക് നമുക്ക് വാട്ടർ ബോഡീസിൽ കാണാൻ പറ്റും, ടെറസ്ട്രിയൽ ലാൻഡിലും കാണാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ബേസിക് കൺസെപ്റ്റ് ഓർത്തിക്കുക. നൗ ഡെവലപ്പ് ഫ്രം ദാറ്റ്. സോ it may be aquatic, phylum Annelida may be aquatic, it may be marine or freshwater, okay, or terrestrial. So മൂന്ന് ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ എങ്ങനെയുണ്ട്, ഫ്രീ ലിവിങ് ആവാം, പാരസിറ്റ് ആവാം, ഫ്രീ ലിവിങ് ആവാം. സോ 3 of them,
അക്വാട്ടിക് ആണ്. അക്വാട്ടിക്കിൽ ഏതൊക്കെ? മറൈൻ ആവാം, ഫ്രഷ് വാട്ടർ ആവാം. മറൈൻ ഓർ ഫ്രഷ് വാട്ടർ ആൻഡ് ഓൾസോ ടെറസ്ട്രിയൽ. ഇങ്ങനെ 3 ഹാബിറ്റാറ്റ് ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ ആഫ്റ്റർവേർഡ്സ് വാട്ട് ഹാപ്പൻ? They exhibit organ system level of body organization and bilateral symmetry. Okay, organ system level of body organization and bilateral symmetry. Here. അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ ആവാം, ഫ്രീ ലിവിങ് ആവാം, ഓർ സംടൈംസ് പാരസിറ്റിക്. നെക്സ്റ്റ്, ദേ എക്സിബിറ്റ് വാട്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ? Organ system level of organization. Here, organ system level of body organization and bilateral symmetry. ഇതെല്ലാം ഇനി കോമൺ ആയിരിക്കും. ഇനി ഏത് ഓർഗാനിസം എടുത്താലും ഇറ്റ് വുഡ് ഷോ വാട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാം, അതുപോലെ ബൈലാറ്ററൽ സിമെട്രിയും കാണാം. നെക്സ്റ്റ്, അതുപോലെ ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു സംഭവം അബൌട്ട് സെഗ്മെൻറ്റേഷൻ, ബോഡി സെഗ്മെൻറ്റേഷൻ, പെർട്ടിക്കുലർലി അനലിറ്റിക്സിൽ കാണുന്ന ഒരു പ്രത്യേക തരം segmentation. What type of segmentation is that? It is what? Metamerism. Okay, metamerism is seen only in annelids. Okay, annelidsലാണ് നമ്മൾ പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. Okay, coelomate animals. Now, their body surface is distinctly marked into segments or metameres. And hence phylum Annelida. Annelida means little ring. Annulus, little ring. അതുകൊണ്ടാണ് Annelida. നമുക്കറിയാം Annelida. ഈ പിക്ചർ നോക്കൂ. See the Hirudinaria. That means common leech. Hirudinaria നോക്കൂ. ഒരുപാട് സെഗ്മെൻറ്റ്സ് കാണാം. ടൈനി ഒരുപാട് ന്യൂമറസ് നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ് അതെ. അതുപോലെ ഏർത്ത് വോം ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ അപ്പുറത്തുള്ള നീരീസ് ഇവിടെ എന്തുണ്ട്? നീരീസ്. ദിസ് ഇസ് നീരീസ്. ഓക്കെ, നീരീസിലും നമുക്ക് കാണാം ഒരുപാട് സെഗ്മെൻറ്റ് കാണാം. മെറ്റാമറിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ദർ ഷുഡ് ബി സം ഫോം ഓഫ് റെപ്പറ്റീഷൻ. ഓക്കെ, റെപ്പറ്റീഷൻ ഓഫ് ഓർഗൻസ് റെപ്പറ്റീഷൻ ഓഫ് സം സർട്ടൻ ഓർഗൻസ് ഓർ ഓർഗനൽസ് ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമുക്ക് എന്ത് കാണാം? റെപ്പറ്റീഷൻ ഓഫ് ഓർഗൻസ് കാണാൻ പറ്റും. ദാറ്റ്സ് വാട്ട് വി കോൾ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ. നൗ they possess longitudinal and circular muscles which help in locomotion. Like Annelida is segments, metameres or segments. They help in what? Here. They possess longitudinal and circular muscles which help in locomotion. So നമുക്കറിയാം locomotion help ചെയ്യുന്നത് longitudinal and circular muscles. What does triploblastic and coelomate means? Okay. അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എംബ്രോണിക് ലെയേഴ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, ലൈക്ക് ഒരു ബോഡി നമുക്കറിയാം ആദ്യം സൈഗോട്ട്. ഓക്കെ, ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് ഇറ്റ്സ് എ 1 cell സ്റ്റേജ്. അത് ഡിവൈഡ് ചെയ്ത് 2 cell ആവും. 2 cell എന്നിട്ട് 4 cell ആവും, 4 8 ആവും, 8 16 ആവും. അങ്ങനെ ബ്ലാസ്റ്റോമേഴ്സ് ഒരുപാട് ഫോം ചെയ്യും. ദീസ് ബ്ലാസ്റ്റോമർ ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ്. അത് ബ്ലാസ്റ്റോമർ ആയിട്ടും അത് നിർത്തില്ല. ഇറ്റ് വുഡ് അണ്ടർഗോ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സെൽ ഡിവിഷൻ നടന്നിട്ട് ദേ ഫോം എന്നാലും ഒരു സിംഗിൾ മാസ് ഓഫ് സെല്ലല്ല. എന്നിട്ട് അവിടെ ചെറിയ ഡിഫറൻസിയേഷൻ നടക്കും ഇൻ ടു 2 layers or 3 layers. ഓക്കെ, ഈ 2 layers ആയോ 3 layers ആയോ നമ്മൾ മാറുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർ ട്രിപ്ലോബ്ലാസ്റ്റിക്. 2 layers ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ഡിപ്ലോബ്ലാസ്റ്റിക്. വാട്ട് വുഡ് ബി ദർ? ഇറ്റ് വുഡ് ബി ലൈക്ക് 3 layers. നമ്മൾ ഇവിടെ ഒരു ഫിഗർ പോലെ കാണിച്ചിട്ടുണ്ട് ഇൻ ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദ ചാപ്റ്റർ. ഹിയർ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ നോക്കൂ, 2 ടൈപ്പ് ലെയർ, എക്ടോഡേം എന്നും എൻഡോഡേം എന്നും. ഓക്കെ, എൻഡോഡേം വുഡ് ബി ഇൻസൈഡ് ആൻഡ് എക്ടോഡേം വുഡ് ബി ഔട്ട്സൈഡ്. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് എന്ത് പറ്റുന്നു? സം മീസോഗ്ലിയ, അൺഡിഫറൻഷിയേറ്റഡ് ടിഷ്യൂസ് കോൾഡ് മീസോഗ്ലിയ വുഡ് ബി പ്രസൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് what germinal layers are called diploblastic. Just because there are just 2 layers, ectoderm and endoderm is present. Mesoderm എന്നൊരു ഇടയിലുള്ള layer it is not present. Instead of mesoderm there is an undifferentiated layer called mesoglia. Okay, mesoglia is present instead of mesoderm there. അതാണ് diploblastic. Triploblastic എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Triploblastic would be what? Triploblastic ഈ mesoglia is substituted by a different type of layer. Ectoderm, endoderm, അതിനിടയിൽ mesoderm. Mesoderm ഉണ്ടെങ്കിൽ it would be triploblastic. Mesoderm ഇല്ല, പകരം it's just an undifferentiated layer, then it's mesoglia, then it's called diploblastic. Okay, so I hope you understand what's triploblastic. Okay, and ഇതിൻ്റെ classification പറയുമ്പോൾ diploblastic പറയുമ്പോൾ എവിടെ വരെ പറയും? We'll say like
ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഹിയർ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്ലാറ്റി ഹെൽമിനസ് വരെ, അതായത് ഫസ്റ്റ് സീലൻഡ്രേറ്റ, ടീനോഫോറ, ഫസ്റ്റ് സ്പോറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ. ഇത് 3 മാത്രമാണ് ആര്? ഡിപ്ലോബ്ലാസ്റ്റിക്. റെസ്റ്റ് ഓൾ അതേഴ്സ് ഫ്രം പ്ലാറ്റി ഹെൽമിനസ് ഇറ്റ് വുഡ് ബി വാട്ട്? ഇറ്റ് വുഡ് ബി ട്രിപ്ലോബ്ലാസ്റ്റിക്. ദർ വുഡ് ബി എ മീസോഡം ഇൻ ബിറ്റ്വീൻ വാട്ട്? എക്ടോഡം ആൻഡ് എൻഡോഡം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ്. ഇനി സീലോമേറ്റ്. സീലം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു മീസോഡം പൗച്ചസ് എന്ന് പറഞ്ഞു. മീസോഡമിനകത്ത് എൻഡോഡം ഉണ്ട്. ഓക്കെ, എൻഡോഡമിനകത്ത് ഗട്ട് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കോമൺ ഓർഡർ പറയുന്നത്. കണ്ടോ, ഇവിടെ ഉണ്ടോ? ഹിയർ ഔട്ടർ മോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് ദ എക്ടോഡം. ഹിയർ ദിസ് ഇസ് ദ മീസോഡം. ഓക്കെ, മീസോഡം. ദിസ് ഇസ് ദ എൻഡോഡം. മീസോഡമിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നു? സ്പേസ് കാണുന്നു. റൈറ്റ്, ദിസ് സ്പേസ് ഇസ് കോൾഡ് സീലം. സീലമുള്ള ആനിമൽസ് നമ്മൾ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. സീലമുള്ളതിനെ സീലോമേറ്റ് എന്ന് വിളിക്കുന്നു. സീലം ഇല്ല, ഈ താഴത്തെ ഫിഗർ നോക്കൂ. ഹിയർ 1 2 3 മീസോഡമിൽ എന്ത്? സീലം ഇല്ല. ദിസ് ഈസ് അസീലോമേറ്റ്. അസീലോമേറ്റ് ആൻഡ് ദിസ് ഇസ് സീലോമേറ്റ്. ആൻഡ് ഹിയർ ഇവിടെ നോക്കൂ, എക്ടോഡം ഉണ്ട്, എൻഡോഡം ഉണ്ട്. മീസോഡം ഉണ്ട്, സീലവും ഉണ്ട്. ബട്ട് മീസോഡംസ് ആർ പ്രസൻറ്റ് ആസ് സ്കാറ്റേർഡ് പൗച്ച് ഇൻ ബിറ്റ്വീൻ എക്ടോഡം ആൻഡ് എൻഡോഡം. ദാറ്റ്സ് വാട്ട് വി കോൾ സ്യൂഡോസീലമേറ്റ്. അതായത് ഒരാൾ ചോദിക്കുന്നു, സ്യൂഡോസീലമേറ്റ്സിൽ സീലമുണ്ടോ ചോദിക്കുമ്പോൾ സീലമുണ്ട്. അതിൽ മീസോഡം ഉണ്ടോ? മീസോഡം ഉണ്ട്, സീലമുണ്ട്. ബട്ട് സീലത്തിന് പ്രശ്നം എന്താ? സീലം ആർ അറേഞ്ച്ഡ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ്. സ്കാറ്റേർഡ് പൗച്ചസ് അറൗണ്ട് ദ ബിറ്റ്വീൻ ദ എക്ടോഡം ആൻഡ് എൻഡോഡം. ഓക്കെ, സോ ഇതാണ് സ്യൂഡോസീലമേറ്റ്. ഓക്കെ, മനസ്സിലായോ അപ്പോൾ സീലം? Are you clear about triploblastic, diploblastic and coelomate? കാരണം ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ബേസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കണം ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് വി ആർ ഗോണ സേ ദിസ് സെയിം തിങ് എല്ലാ സിംഗിൾ ഫയലത്തിൽ നമ്മളിത് പറയുന്നുണ്ട്. സോ എന്തെങ്കിലും ബേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കാം. ഞാൻ അപ്പോൾ തന്നെ നിർത്തി ബേസ് പറഞ്ഞതിന് ശേഷം മാത്രമേ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്, ഓക്കെ, ഓൾ റൈറ്റ്. സോ where were we? We were in the annelids. Annelids നമ്മൾ പറഞ്ഞു ലോക്കോമോഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് സർക്കുലർ മസിൽസ്. ഓക്കെ, നമുക്കറിയാം ഒരു ഏർത്ത് വോം എങ്ങനെ മൂവ് ചെയ്യാം. ഒരു ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ലൈക്ക് ഒരു ഇങ്ങനൊരു മൂവ്മെൻ്റ് ആണുള്ളത്. ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, സർക്കുലർ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് സർക്കുലർ മസിൽസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ. ഏർത്ത് വോം നമ്മൾ കയ്യും കാലം കണ്ടിട്ടില്ലല്ലോ. അതൊന്ന് എഴയാണ്, മണ്ണിര എന്ന് പറയില്ലേ. ഇറ്റ് വിൽ ജസ്റ്റ് വാട്ട്, അത് എഴഞ്ഞു പോവാണ്. അതിന് കയ്യും കാലും സംഭവങ്ങളൊന്നുമില്ല. നോ അപ്പൻഡേജസ് ആർ പ്രസൻറ്റ്. സോ ദേ മൂവ് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് circular and longitudinal muscles. Now some aquatic annelids. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഞാൻ പറഞ്ഞ നീരീസ്. ദീസ് നീരീസ് ഹാവ് എന്താ? നീരീസ് നമുക്കൊരു കാര്യം കാണാൻ പറ്റുമല്ലോ, കണ്ടോ? ഒരുപാട് അപ്പൻഡേജസ്, റൈറ്റ്? അക്വാറ്റിക് annelids like നീരീസ് possess lateral appendages called parapodia. Very important. പാരപ്പോഡിയ ഏതിലാണ് കാണുന്നത്? ഇൻ നീരീസ്, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് annelids. annelidസിൽ കാണുന്ന, നീരീസിൽ കാണുന്ന ഒരു ലൈക്ക് അപ്പൻഡേജ് ആണ്. ഓക്കെ, lateral appendage which help in locomotion is called parapodia, which helps in swimming. Okay, help in swimming. These are also very important. A closed circulatory system is present. Very important. The most important thing ഇതിൽ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയുന്നത് ഇതാണ്, ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് പ്രസൻറ്റ്. വേറെ എല്ലാവരും എന്ത് പറ്റുന്നു? ഓപ്പൺ സിസ്റ്റം ഓഫ് സർക്കുലേഷൻ ആണ്. ഓക്കെ, ഓപ്പൺ സിസ്റ്റം. ബട്ട് ഹിയർ ഇൻ annelids this is closed system of circulation. ഓക്കെ, ഏർത്ത് വോംസിനകത്തും നമ്മൾ എന്താ ലൈക്ക് ദർ ആർ നോ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, വെയിൻസ് അതുപോലെ ഇല്ല. ബട്ട് ദർ ആർ സം അതർ അപ്പൻഡേജസ് ലൈക്ക് തിങ്സ് ആൻഡ് അതർ വെസൽ ലൈക്ക് തിങ്സ്. അതുകൊണ്ട് തന്നെ ദ ബോഡി ഫ്ലൂയിഡ് വുഡ് ബി എൻക്ലോസ്ഡ് ഓർ concise within certain tubes or some systems present within the body. All the organs in the body are not bathed in blood. Okay, I hope you understand. Okay, what is closed circulatory system? നമ്മുടെ circulatory system it is closed, but in case of cockroach അത് ഓപ്പൺ ആണ്. ഓക്കെ, സോ നമ്മുടെ കേസിൽ ലൈക്ക് വി നോ ഹാർട്ട് നമ്മൾ ബ്ലഡിൽ ഇങ്ങനെ വെറുതെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയല്ല. ഓക്കെ, ബ്ലഡ് എവിടെയുള്ളത്? ബ്ലഡ് ഇറ്റ്സ് പ്രസൻറ്റ് ഇൻസൈഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ബ്ലഡ് വെസൽസിനകത്ത് ഹാർട്ട് ഉണ്ട്, അല്ല ബ്ലഡ് ഉണ്ട്. ദെൻ ഹാർട്ടിനകത്ത് ബ്ലഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് അതർ സം പെരിഫറൽ ടിഷ്യൂസ് ആർ ഓൾസോ ദേ. അങ്ങനെ മാത്രമേ ബ്ലഡ് ഉള്ളൂ. അല്ലാതെ എല്ലാ ഓർഗൻസും ഇറ്റ്സ് നോട്ട് ബാത്ഡ് ഇൻ ബ്ലഡ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ വാട്ട് ക്ലോസ് സർക്കുലേഷൻ. ഓക്കെ, സോ നൗ നെഫ്രീഡിയ helps in osmoregulation and excretion. തൊട്ട് മുമ്പത്തെ സെൽസ് നമ്മൾ എന്താ പറഞ്ഞത്?
ഫ്ലാറ്റ് വേംസിൽ നമ്മൾ ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞു. തൊട്ട് മുമ്പ് നമ്മൾ എക്സ്ക്രീറ്ററി പോർസ് എന്ന് പറഞ്ഞു. അതായത് ഏതിൽ? അസ്റ്റൽമിനസിൽ. അനലിഡ്സ് ഹിയർ ഇസ് കോൾഡ് നെഫ്രീഡിയ. Nephridia helps in osmoregulation and excretion. Alright? So, next. The neural system consists of paired ganglia. Paired ganglia are present. ഇതിൻ്റെ സ്ട്രക്ചർ പോലെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനില്ല, ബട്ട് ഇറ്റ്സ് പ്രസൻറ്റ്. അത് മുമ്പ് പണ്ട് പഠിക്കാനുണ്ടായിരുന്നു, ബട്ട് it is excluded from the topic. So, the neural system consists of paired ganglia. ഓർത്ത് വെക്കുക, paired ganglia connected by lateral nerves to double ventral nerve cord. ഇത് ശരിക്കും ഇതിൻ്റെ അനാട്ടമി പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്കറിയാം ഡബിൾ വെൻട്രൽ നെർവ് കോഡ്സ് ആർ പ്രസൻറ്റ്. ഒരു ഏത്വം ഇതാണ് വിചാരിച്ചു. ഓക്കെ, ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് കണ്ടു? there are double ventral nerve cords are there. Double ventral nerve cords. Okay, these are connected by lateral nerves. Lateral nerves വെച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ടു ദ പെയർഡ് ഗാംഗ്ലിയ. ഇവിടെ ഇങ്ങനെ സൈഡിലൂടെ ഗാംഗ്ലിയ എന്ന് പറയുമ്പോൾ ലൈക്ക് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് പോലെ, ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഹിയർ. ഈ ഗാംഗ്ലിയ ആയിട്ട് ഇറ്റ്സ് ലൈക്ക് ഇൻ ദ വെൻട്രൽ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഇറ്റ് ഇസ് കണക്റ്റഡ് ബൈ ലാറ്ററൽ നോഡ്. ഓക്കെ, നമുക്ക് അവിടെ 3 ടേമാണ് പഠിക്കണം ആ സെൻറ്റൻസിൽ. എന്തൊക്കെ? ലൈക്ക് ഗാംഗ്ലിയയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ആരെ കണക്ട് ചെയ്യുന്നത്? ഗാംഗ്ലിയയിലേക്ക് നമ്മൾ പെയർഡ് ഗാംഗ്ലിയയിലേക്ക് നമ്മൾ ഡബിൾ വെൻട്രൽ നെർവ് കോഡ് കണക്ട് ചെയ്യുന്നു ബൈ ദ മീൻസ് ഓഫ് ലാറ്ററൽ നെർവ്സ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ ആൻഡ് ദാറ്റ്സ് കോൾഡ് ദ ന്യൂറൽ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ബോഡിയിൽ പോലെ ലൈക്ക് ബ്രെയിൻ, സ്പൈനൽ കോഡ് അങ്ങനെയൊന്നും ഇതിനകത്തില്ല, ബട്ട് സിമ്പിൾ. അതായത് ഗാംഗ്ലിയ സൈഡിലൂടെ പോകുന്നുണ്ട്. സെൻട്രൽ ആരുണ്ട്? ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഇസ് കണക്റ്റഡ് ടു ദ ഗാംഗ്ലിയ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലാറ്ററൽ നെർവ്സ്. This is just the entire like neural system of annelids. It's not complex, very simple. And next, Nereis is an aquatic form. It is dioecious. What do you mean dioecious and monoecious? Dioecious means sexes are separate. അവിടെ അങ്ങനത്തെ ടേം പറയുന്ന പകരം ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. Dioecious എന്ന് വെച്ചാൽ sexes are separate. Monoecious means sexes are not separate. That means Nereisനകത്ത് ഒരു മെയിൽ Nereis ആൻഡ് ഫീമെയിൽ Nereis നമുക്ക് പറയാൻ പറ്റും. But earthworms consist of both male and female sex organs, and both male and female gametes are present in the same earthworm, and reproduction is sexual. അപ്പോൾ ഒരു ചെറിയ ഒരു സംശയം വരാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? കാരണം ഏർത്ത്വമിന് എന്താ? ഏർത്ത്വമിൽ മെയിൽ ഓർഗൻ ഉണ്ട്. ഇത് ഏർത്ത്വം അല്ല, ബട്ട് സപ്പോസ് ഇഫ് ഇറ്റ്സ് എ ഏർത്ത്വം, നമ്മൾ ഈ ഫിഗർ തന്നെ പറയാം. ഹിയർ ഏർത്ത്വമിൽ ഇവിടെ ഒരു മെയിൽ പാർട്ട് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ഫീമെയിൽ പാർട്ട് ഉണ്ട്. സോ ഇതെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും? ഇതിന് ഒരൊറ്റ ഓർഗൻ മതിയോ? ആൻഡ് ഓൾസോ റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സിംഗിൾ പാരൻ്റ് വെച്ച് നടന്നാൽ അത് അതിൻ്റെ കൺസെപ്റ്റിനെ തന്നെ തകിടം മറിക്കുന്ന പോലെയല്ലേ? സോ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതിന് ആക്ച്വലി റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു ഏർത്ത്വം, ഓക്കെ, സപ്പോസ് ഒരു മെയിൽ ഏർത്ത്വം എന്നൊക്കെ പറയാൻ പറ്റില്ല, ബിക്കോസ് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഓഫ് പേഴ്സൺ ഇൻ ദ സെയിം ഏർത്ത്വം. ഒരു ഏർത്ത്വം ഇങ്ങനെ ഇരിക്കുന്നു, മറ്റൊരു ഏർത്ത്വം തല തിരിഞ്ഞിട്ട്, സപ്പോസ് ദിസ് ഈസ് എ ഹെഡ്, ഓക്കെ, മറ്റൊരു ഏർത്ത്വം ഇങ്ങനെ തല തിരിഞ്ഞിട്ട് ദിസ് വേ എന്ത് പറ്റുന്നു? ദിസ് ഇസ് ദ മെയിൽ പാർട്ട്, ഇതിൻ്റെ മെയിൽ പാർട്ട് ഇവിടെ, ഇതിൻ്റെ ഫീമെയിൽ പാർട്ട് ഇവിടെ, ഇതിൻ്റെ ഫീമെയിൽ പാർട്ട് ഇവിടെ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ദർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് ഗാമീറ്റ്സ് ഫ്രം ഇൻ ദിസ് മാനർ. മെയിൽ ഫ്രം വൺ earthworm transfers his gamete to female of other. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നേ മിക്ക കേസിൽ നടക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഡബിൾ ആണും പെണ്ണും ലൈക്ക് മെയിൽ ഗാമറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഒരുമിച്ച് നടക്കില്ല. എനിത്തിങ് ലൈക്ക് ഏതർ ദ മെയിൽ പ്രൊപ്പോസ് ടു ദ ഫീമെയിൽ ഓർ ദ ഫീമെയിൽ ഓഫ് ദാറ്റ് പ്രൊപ്പോസ് ടു ദ മെയിൽ. ദാറ്റ്സ് ദ തിങ്. ഇങ്ങനെയാണ് വാട്ട് ഈസ് ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, ഓസ്മോ റെഗുലേഷൻ എന്ന് വെച്ചാൽ ഓസ്മോ റെഗുലേഷൻ മീൻസ് നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെയുണ്ട്? ബോഡിക്കകത്ത് നമുക്കറിയാം പ്രഷർ, ദ ഫ്ലൂയിഡ് പ്രഷർ ഇസ് മെയിൻറ്റെയിൻ. അങ്ങനെ ഫ്ലൂയിഡ് പ്രഷർ ഇസ് മെയിൻറ്റെയിൻ അല്ലേ? നമുക്കറിയാം, നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താ? ലൈക്ക് ബ്ലഡിൻ്റെ പ്രഷർ മാറുന്നതനുസരിച്ച് ബ്ലഡിൻ്റെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ലൈക്ക് ദ ഹാർട്ടിൻ്റെ ബീറ്റിങ്, ഓക്കെ, അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം. ലൈക്ക് ദ പൾസ് റേറ്റ് കൂടിയ BP കൂടുന്ന കേസ് ഉണ്ട്. ആൻഡ് അതർ തിങ് ഇസ് ദാറ്റ് ഇലക്ട്രോലൈറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിനകത്ത് ഒരുപാട് നമുക്ക് പറയാം സോഡിയം, ഗ്ലൂക്കോസ്, അതുപോലെ പൊട്ടാസ്യം, ഇതിനെല്ലാം ചേഞ്ച് വരുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മൾ റീനൽ ട്യൂബ്യൂളിന് എക്സ്ക്രീഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? നമ്മൾ കിഡ്നിയിലൂടെ എന്ത് പറ്റുന്നു?
വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഈ വാട്ടർ ഫ്ലോയേജിനൊക്കെ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി, അതായത് ബ്ലഡിൻ്റെ പ്രഷറിനെയും അതുപോലെ ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനെയും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, ഓസ്മോ റെഗുലേഷൻ. സോ ഇൻ ദിസ് കേസ്, അതായത് ഇങ്ങനത്തെ കേസിൽ എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ദ ബോഡി എക്സ്ക്രീഷൻ, അതാണ് മെയിനായിട്ട് പറയാം. എക്സ്ക്രീഷൻ ഓഫ് ഫ്ലൂയിഡ് വേസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഓസ്മോ റെഗുലേഷൻ. ഓസ്മോ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ വെള്ളം കുടിച്ചിട്ടാവാം, അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്തിട്ടാവാം. ദാറ്റ്സ് വാട്ട് വി കോൾ ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. Alright, so where were we? Nereis is an aquatic form. ഇതിൽ dioecious ആണ്. That means males and females are separate in Nereis. While that of earthworms, the leeches are monoecious. That means earthwormസിലും അതുപോലെ leechesലും male and female organs are present in the same organism, same individual. And this type of, ഞാൻ ഇത്രയും കാണിച്ച് കണ്ടില്ലായിരുന്നു അല്ലേ, I'm sorry. Here the earthworm, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇവിടെ. Here the earthworm, ഇത് male part, the red is the male part and the black is the female part. And ഇങ്ങനെ ലൈക്ക് ഒരു earthwormൻ്റെ മെയിൽ പാർട്ട് ആൻഡ് അതുപോലെ മറ്റു ഒരു earthwormൻ്റെ ഫീമെയിൽ പാർട്ട്, ഇങ്ങനെ തമ്മിൽ like they transfer of gametes occur in between them, and that's how sexual reproduction occurs in earthworms. Okay, നീരീസിലോ എന്ത് പറ്റുന്നു? നീരീസിൽ അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് വാട്ട്, നീരീസിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സെപ്പറേറ്റഡ്. സോ ദേ ക്യാൻ ലൈക്ക് നോർമൽ പ്രോസസ്സ് പോലെ തന്നെ ദേ ക്യാൻ കോപ്പുലേറ്റ് ഈച്ച് അതർ. സോ എക്സാമ്പിൾസ് പറഞ്ഞു. നീരീസ് തൊട്ടുവരെ പറഞ്ഞു. പിന്നെ earthwormൻ്റെ പേര് ഫെരറ്റിമ പോസ്റ്റമ എന്നൊക്കെ പറയാറുണ്ട്. സോ ഫെരറ്റിമ ഇസ് ദ earthworm. നെക്സ്റ്റ് ഹിറുഡിനേറിയ ഇസ് ദ ബ്ലഡ് സക്കിംഗ് ലീച്ച്. ഈ 3 എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് പഠിക്കണം. അനലിഡ്സിന് എക്സാമ്പിൾ എന്നാ പറയും മക്കളെ? അനലിഡ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ഇറ്റ് ആസ് നീരീസ്, ഫെരറ്റിമ earthworm and hirudineria which is the blood sucking leech. Okay, so that's what we call about the annelids. So ഇന്നലെ ക്ലാസ് വന്നവർക്ക് ഒരു മെത്തേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം ക്ലാസ് എടുത്തു, നമ്മൾ ക്ലാസ് നോക്കിയിട്ട് തന്നെ എടുത്തു. ഓക്കെ, ബുക്സ് നോക്കിയിട്ടെല്ലാം ക്ലാസ് എടുത്തു. നെക്സ്റ്റ് നമ്മളിതൊന്ന് കാണാപ്പാഠം പറയാൻ ശ്രമിക്കും. ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് മെത്തേഡ്. നമ്മൾ കേട്ടു എന്നിട്ട് കണ്ടു. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ലൈക്ക് ദ NCERT എല്ലാം കണ്ടു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം. പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ദാറ്റ്സ് ദ മെയിൻ തിങ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, ലൈക്ക് അങ്ങനെയാണ് നമ്മൾ ദ അൾട്ടിമേറ്റ് ലേണിംഗ്. ഓക്കെ, ദ ഫൈനൽ ലേണിംഗ് ടിപ്പ് എന്ന് വെച്ചാൽ അത് തന്നെ. ഓക്കെ, സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പറയുന്നതിൽ കൂടെ ഇതൊന്ന് ചാർജും ചെയ്യണം. വെയിറ്റ് എ സെക്കൻഡ് പ്ലീസ്. ഓക്കെ, സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ എന്തൊക്കെ കണ്ടു? ഫൈലം, അന്നലിഡ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പറഞ്ഞെന്താ, അതിൻ്റെ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഹാബിറ്റാറ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇറ്റ് ക്യാൻ ബി സീൻ വെയർ അക്വാറ്റിക് കാണാം. അക്വാറ്റിക് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി ഇൻ മറൈൻ വാട്ടർ കാണാം, ഫ്രഷ് വാട്ടറിൽ കാണാം, അതുപോലെ ടെറസ്ട്രിയലായിട്ടും കാണാം. അത് ഏതൊക്കെ ഫോമിൽ കാണാം? ഫ്രീ ലിവിംഗ് ആയിട്ട് കാണാൻ പറ്റും, അതുപോലെ പാരസിറ്റിക് ഫോംസ് ആർ ഓൾസോ പ്രസൻറ്റ്. ഇതാണ് നമ്മൾ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ലൈക്ക് ദ ബോഡി, ദ ബേസിക് സ്ട്രക്ചർ, അതായത് ബോഡി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മളെന്ത് പറഞ്ഞു? ബോഡി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ദാറ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നജ, ലൈക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെല്ലുലാർ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. അതറിയാമോ നജക്ക്? നോ? ഓക്കെ, സോ ഇന്നലെ ലൈക്ക് അത് ഇന്നലത്തെ ക്ലാസ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി പറയുമ്പോൾ ഒരുപാട് ഉണ്ടാവും. ഇപ്പം സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. അതായത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ബോഡിക്കകത്ത് നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്കിന്നിൽ, ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇവിടെ കുറച്ച് സെൽസ് ഉണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ ബാരിയർ അഗെയിൻസ്റ്റ് എനി അതർ ഫിസിക്കൽ ട്രോമാക്ക് വരുന്നതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ഐസ്, കണ്ണിനകത്ത് സെൽസ് ഉണ്ട്. ഈ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ? ലൈറ്റ് ക്യാപ്ചർ.
ലൈറ്റ് ക്യാപ്ചർ ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ നെയ്സോ റിസപ്റ്റേഴ്സ് അതെ ഓൾ പ്രസൻറ്റ്. സോ ഇതെല്ലാം സെൽസ് എല്ലാം ഒരുമിച്ച് ചെയ്ത് ഒരു കോമൺ ഫംഗ്ഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ പറയുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ ബേസിലേക്ക് പറയുമ്പോൾ ഒരു സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ സിംഗിൾ സെൽ, ആ ഒറ്റ സെല്ലിനുള്ള ഫുഡ് അത് തന്നെ കണ്ടുപിടിക്കണം. അത് തന്നെ കണ്ടുപിടിച്ച് ഫുഡ് അതിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത് മെറ്റബോളൈസ് ചെയ്തിട്ട് അതിൽ തന്നെ എക്സ്ക്രീഷൻ സംഭവിക്കുന്നു. സെല്ലിനകത്തോട്ട് വരുന്നു, സെല്ലിന് പുറത്തോട്ട് വരുന്നു. ഇത് സ്പോഞ്ചസിൻ്റെ കേസിൽ പോറിഫറ മീൻസ് സ്പോഞ്ചസിൻ്റെ കേസിൽ നമ്മൾ പറയാം ഒരു ഹോൾ ബോഡി. ആ ഹോൾ ബോഡിക്കകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. ഓരോ സെൽസിനും അതിന് വേണ്ട ഫുഡ് അതിന് കിട്ടണം. ഫുഡ് കിട്ടിയതിന് ശേഷം മെറ്റബോളൈസ് ചെയ്തതിന് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ദറ്റ് സിംഗിൾ സെൽ ഇറ്റ് സെൽഫ്. ദാറ്റ്സ് വാട്ട് വി കോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിന് എത്തിക്കുന്നൊരു മെക്കാനിസം ഒന്നുമില്ല. ഫുഡ് അതിൻ്റെ അടുത്തെത്തിയാൽ ആ സെൽ അത് കഴിക്കും. ദാറ്റ്സ് ദ ഓൺലി തിങ്. അതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂ ലെവൽ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മാറ്റം. നെക്സ്റ്റ് ഒരു സെല്ലിന് തന്നെ എന്ത് വേണം, ഫുഡെല്ലാം വേണം. ബട്ട് അങ്ങനത്തെ ഒരു കൂട്ടം ഒരേപോലത്തെ സെല്ല് വരുമ്പോൾ ദേ ഹാവ് എ കോമൺ ഫംഗ്ഷൻ, കോമൺ സ്ട്രക്ചർ ആൻഡ് കോമൺ ഫംഗ്ഷൻ വരുന്നു. ഒരു ടിഷ്യൂ പോലെ വരുന്നു. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അത് കാണുന്നത് എവിടേക്കാണ്? ഇൻ സെക്കൻഡ് വൺ സീലൻഡ്രോയിഡ്സ ആൻഡ് ടീനോഫോറ. സീലൻഡ്രോയിഡ്സ് ആൻഡ് ടീനോഫോറിലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് കാണുന്നത്, ലൈക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഓർഗൻ ലെവൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലൈക്ക് ഒരുപാട് ഓർഗൻസ് ഒന്ന് ചേർന്നിട്ട്, ലൈക്ക് നമുക്കറിയാം ഓർഗൻ സിസ്റ്റം പറയുമ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നു അതിനകത്ത് എന്ത് വരുന്നു, ഹാർട്ട് വരുന്നു, ബ്ലഡ് വെസൽസ് വരുന്നു, അങ്ങനെ ഒരുപാട് ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എല്ലാം അകത്ത് വരുന്നു. ഇതെല്ലാം വരുന്ന ഒരു ഓർഗൻ സിസ്റ്റത്തിന് കീഴിലാണ്. സോ ഇറ്റ് ഈസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്, ലൈക്ക് തുടങ്ങുന്നു സാലൈവറി ഗ്ലാൻഡ് മുതൽ തുടങ്ങുന്നു. സാലൈവറി ഗ്ലാൻഡ്, ബക്കൽ ക്യാവിറ്റി, മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ലിവർ, അങ്ങനെ എല്ലാം ഒരുപാട് ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതെല്ലാം എന്തിനകത്ത് വരുന്നു, ഇതിനകത്ത് വരുന്നു. ഓക്കെ, എന്താ ലൈക്ക് ഓർഗൻ സിസ്റ്റം, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന സിസ്റ്റത്തിന് കീഴിൽ എല്ലാം വരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി കോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അങ്ങനെ ഇത് വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എല്ലാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് സിമെട്രി പറഞ്ഞാൽ എന്തായിരുന്നു, ബൈലാറ്ററൽ സിമെട്രി, അസിമെട്രി ആൻഡ് റേഡിയൽ സിമെട്രി. അസിമെട്രി എന്ന് വെച്ചാൽ ഒരു ബോഡി, ഒരു ഓർഗാനിസത്തെ എങ്ങനെ മുറിച്ചാലും നമുക്ക് 2 പ്ലെയിൻസ് ആക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു ബോഡി എടുത്തു. ഇതിൽ ലൈക്ക് നമുക്ക് ഒരു പ്ലെയിൻ, ഇങ്ങനൊരു പ്ലെയിൻ കട്ട് ചെയ്തെന്ന് വിചാരിച്ചോ, 2 സൈഡും കമ്പയർ ചെയ്യാം. എന്തൊക്കെയുണ്ട്, കണ്ണുണ്ട്, ലൈക്ക് ടീത്ത് 32 ടീത്ത്സിൽ 16. ഓക്കെ, ദെൻ ഹാൻഡ്സ്, ദെൻ ഷോൾഡർ, ലെഗ്, ഇൻ്റർലോഗൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സിമെട്രി എഴുതാൻ പറ്റും. ഓക്കെ, എക്സ്റ്റേണൽ ചെയ്താൽ മതി. അതിൻ്റെ സിംഗിൾ പ്ലെയിൻ. ഈ ഒരൊറ്റ പ്ലെയിൻ പകരം ഞാൻ ഇങ്ങനെ ലൈക്ക് ചെരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ മുറിക്കാൻ പറ്റുമോ, അപ്പോൾ കുറച്ച് വരില്ല. ഓക്കെ, ജസ്റ്റ് ഒരു സിംഗിൾ പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ ഇരുന്നിട്ട് മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വാട്ട് വി കോൾ ബൈലാറ്ററൽ സിമെട്രി. ഇനി അടുത്ത റേഡിയൽ സിമെട്രി എന്ന് വെച്ചാൽ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിനായിട്ട് കാണാതെ എന്തില്ല, ലൈക്ക് സിലിണ്ടറൈറ്റ്സിൽ കാണാം, ടീനോഫോറയിൽ കാണാം. സിലിണ്ടറൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ബോൾ പോലത്തെ സ്ട്രക്ചറാണ്, ഒരു ബോൾ. ആ ബോളിനെ ഏത് പ്ലെയിനിൽ വേണമെങ്കിലും നമുക്ക് മുറിക്കാം. ഓക്കെ, ഇവിടെ അങ്ങനത്തെ സ്ട്രക്ചർ ഒന്നും കാണുന്നില്ല, ജസ്റ്റ് ഒരു ബോളിനെ ഈ രീതി മുറിക്കാം, ഈ രീതി മുറിക്കാം, ഏത് രീതി വേണമെങ്കിലും മുറിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി കോൾ ദ റേഡിയൽ സിമെട്രി. യെസ്, ദാറ്റ്സ് ദ റേഡിയൽ സിമെട്രി. ആൻഡ് ഇവിടെ കാണിക്കുന്നത് എന്താ, ബൈലാറ്ററൽ സിമെട്രി. കാരണം ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് യുവർ NCERT വിത്ത് യു, റൈറ്റ്, ഇൻ ഫ്രണ്ട് ഓഫ് യു. NCERT ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ പറയുന്നതെല്ലാം NCERT കത്തുണ്ട്. സോ യു ഷുഡ് മാർക്ക് എവറി സിംഗിൾ തിങ്. ഓക്കെ, NCERT കയ്യിലില്ലേ? യെസ്, ഓക്കെ, സോ യു ഷുഡ് മാർക്ക് ഓൾ ദീസ് തിങ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന്. ട്രിപ്ലോബ്ലാസ്റ്റിക് പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ മെറ്റാമറിക്കലി സെഗ്മെൻറ്റേഷൻ, ഇറ്റ് ഈസ് മെറ്റാമറിക്കൽ സെഗ്മെൻറ്റേഷൻ. ഓക്കെ, ആൻഡ് ദെയർ ബോഡി സർഫേസ് ഈസ് ഡിസ്റ്റിങ്ക്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ് ഓർ മെറ്റാമിയേഴ്സ്. ഈ മെറ്റാമറിക്കൽ സെഗ്മെൻറ്റേഷൻ ഈസ് ദ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ആനലിഡ്സ്. നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ലൈക്ക് ദേ പൊസസ് ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്ന ഓർഗൻ ഏതാ,
It is circular and longitudinal muscles are present. Circular and longitudinal muscles are present in earthworms. എന്നാൽ നീരീസ് എന്നൊരു അക്വാട്ടിക് ലൈക്ക് അനലിഡ്സ് ഉണ്ട്. അക്വാട്ടിക് അനലിഡ്സ് ഞാൻ ഫിഗർ കാണിച്ചിരുന്നു. അക്വാട്ടിക് അനലിഡ്സ് എന്ത് കാണാൻ പറ്റും? ഇറ്റ് ഇസ് വാട്ട് പാരപ്പോഡിയ. പാരപ്പോഡ് ഇസ് ദ അപ്പൻഡേജ് എന്തിൻ്റെ ലൈക്ക് ഫോർ ലോക്കോമോഷൻ. എർത്ത് ഇങ്ങനത്തെ ഒരു പാരപ്പോഡി ഇല്ല. പകരം എന്ത് സർക്കുലർ ആൻഡ് ലോഞ്ചൽ മസിൽസ് ആണ് ഉള്ളത്. ആൻഡ് വാട്ട് ദെൻ നെക്സ്റ്റ് എ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ഇസ് പ്രസൻറ്റ് ഇൻ വാട്ട് ഇൻ എർത്ത് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. അതായത് ബ്ലഡ് ഇസ് പ്രസൻറ്റ് ഓൺലി ഇൻ സെർട്ടൈൻ പാർട്സ്. അതായത് ശരിക്കും നമ്മുടെ ബോഡിയിലേക്കാണ് നമുക്ക് ബ്ലഡ് വെസൽ എന്ന് പറയാൻ പറ്റും. ബട്ട് ഇൻ അതർ ബോഡീസ് ഇൻ ഇതിൽ എർത്ത് കേസിൽ there are some minute particles like minute tubules are there. അതൊന്നും നമുക്ക് പഠിക്കണം. It's out of NCERT. Just know this just thing. Close circulation is present in annelids. Next one. What the nephridia helps in osmoregulation and excretion. Blood balance. The blood in pressure എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. It is helped by what the nephridia. And next neural system എന്തൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു. Paired ganglia is present. Paired ganglia central ആയിട്ടുണ്ട്. Dorsal ventral nerve cord is present. Dorsal nerve cord is connected to the ganglia. Yes, parapodia. Okay. Dorsal ventral nerve cord is connected to the ganglia with the help of lateral nerves. Lateral nerves is connected. And Nereis is an aquatic form which is dioecious. And earthworm is monoecious. Dioecious means sexes are separate. Male and females are separate. Enal earthworms or leeches are monoecious. That is, both of them are present in the same animal. So same organism. And reproduction is sexual reproduction. Then examples are Nereis, Ferretima, earthworm, and Hirudinaria means blood sucking leech. Okay, so that's it. We just finished the phylum Annelida. Okay, and now next one Arthropoda. Okay, ആർത്രോപോഡൊക്കെ മുമ്പ് ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഒരു 5 minutes ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ആൻഡ് പിന്നെ നജ ലൈക്ക് ഇൻ കേസ് ഇപ്പോൾ ഇനി ക്ലാസ് മിസ്സായി പോയാൽ ലൈക്ക് ദീസ് ക്ലാസ്സസ് അപ്ലോഡ് ഇൻ യൂട്യൂബ്. ഓക്കെ, യൂട്യൂബ് ലൈവ് ഉണ്ട്. ഇതെല്ലാം അൺലിസ്റ്റഡ് ആണ്. അതിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾ ഇതിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, സോ ദാറ്റ് വേ യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ടൈം. പിന്നീട് വരുന്ന ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. And we'll continue after like 5 minutes. Now it's 1:45, right? 2:45. Yeah, 2:45. We'll start in 2:50. Okay, 2:50.
Okay, so we are back. ഈ ലൈവ് ദിസ് വാസ് നോട്ട് പബ്ലിക്, ഇത് അൺലിസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ഇത് കിട്ടാതിരുന്നത്. സോറി, ഐ മിസ്റ്റേക്ക്. ഞാൻ ആദ്യം പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ലൈക്ക് ക്ലാസ് തുടങ്ങിയ ശേഷം ഞാൻ അൺലിസ്റ്റ് ആക്കിയതാണ്. സോ അൺലിസ്റ്റ് ആക്കിയ ലൈക്ക് ലിങ്ക് കിട്ടിയതിന് ശേഷം പിന്നെ പറ്റില്ല. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പേരിട്ടോളൂ. نجا هل okay 2 okay all right. So നമ്മൾ here സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫൈലം അനലിഡെ കുറിച്ചായിരുന്നു. ഓക്കെ, ആൻഡ് നൗ വി ഗോണ ടോക്ക് അബൌട്ട് ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഫൈലം ആർത്രോപോഡ സ്റ്റാർട്ട് ചെയ്യാല്ലേ? യെസ്, ഓൾ റൈറ്റ്, വി ക്യാൻ സ്റ്റാർട്ട്. സോ ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോ, ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമേലിയ വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്. നമുക്കറിയാം അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലം എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആർത്രോപോഡ. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ആസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമേലിയ. ഇറ്റ് ഈസ് വാട്ട്? ദ ആർത്രോപോഡ. കാരണം ഇതിനകത്ത് ഇൻസെക്ട്സ് ഉണ്ട്. നമുക്കറിയാം ഈ ഭൂഗോളത്തിൽ ഏറ്റവും അധികം സംഭവം നമ്മൾ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഉള്ളത് എന്താ? ഇറ്റ്സ് ഇൻസെക്ട്, റൈറ്റ്? ഇൻസെക്ട്സ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻസെക്ട്സ് ആർ പ്രസൻറ്റ്. ലോട്ട്സ് എന്ന ഒരുപാട്, ലൈക്ക് ദ ഓവർ 2/3 ഓഫ് ഓൾ നെയിംഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ്. ദ വാല്യൂ, ദ റേഷ്യോ അറിയണം. അതായത് ദ ഹോൾ വേൾഡ് ഇത്ര ഒരു പൈ ചാർട്ട് വരക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 2/3 ഇങ്ങനെ വരക്കുകയാണെങ്കിൽ 2/3 ഓഫ് ഓൾ ദ ലിവിങ് ഓർഗാനിസം ആർ ഇൻസെക്ട്സ്. ഇതിലാണ് ബാക്കിയുള്ള എല്ലാ സ്പീഷീസാണ് എർത്ത്. ഇതിനകത്ത് പ്ലാന്റ്സ് വരാം, ദെൻ ഓൾ ഓഫ് ദ ആനിമൽസ്, മാമൽസ്, ദെൻ ഓൾ ഓഫ് ദ മൈക്രോസ്കോപ്പിക് സാധനം എല്ലാത്തിനും. ബട്ട് ഇൻസെക്ട്, over 2/3 of all named species on earth are arthropods. Next, they have organ system level of organization. Organ system level of organization നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറയുക, കൂടെ പറയാൻ പറ്റുന്നതാണ് ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഓക്കെ, ഇനി ഇത് ഫുൾ കോമൺ ആയിരിക്കും ഈ ഫീച്ചേഴ്സ് എല്ലാം. ബൈലാറ്ററൽ സിമെട്രിക്കൽ, അതായത് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ആൻഡ് സെഗ്മെന്റഡ് ആണ്, ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ലൈവ് വർക്ക് ഗ്ലിച്ച് ചെയ്യുന്നുണ്ടോ? കാണുന്നവർ പറയൂ. ലൈക്ക് ഓൾ ഓഫ് സഡൻ ഒരു ട്വിച്ചിങ് വരുന്നുണ്ടോ ഒറ്റയടിക്ക്? Anyone say? Like ചെറിയ ടൈപ്പ് ഓഫ് any glitching or is it occurring there? ഉണ്ട്, ബട്ട് കുഴപ്പമില്ല. ഓക്കെ, alright. So the body of arthropods is covered by a chitinous exoskeleton. നമുക്കറിയാം, നമുക്ക് ഈ ചെറുപ്പത്തിലൊക്കെ കോക്രോച്ചിനൊക്കെ ചവിട്ടിയാറുണ്ട് അല്ലേ? നമ്മൾ കോക്രോച്ച് പാറ്റയൊക്കെ ചവിട്ടിയാൽ ലൈക്ക് ഒറ്റയടിക്ക് ചാവില്ല. ഹൗ? ബിക്കോസ് ദേ ഹാവ് എ സ്ട്രോങ് എക്സോസ്കെലിറ്റൻ മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഈ കൈറ്റിൻ നമ്മൾ വേറെ എവിടെയോ കണ്ടല്ലോ. ഈ കൈറ്റിൻ നമ്മൾ ഫംഗസിൽ കണ്ടില്ലേ? സെയിം കൈറ്റിനാണോ ഇത്? കൈറ്റിൻ സെയിം തന്നെ, ബട്ട് ഇതിനെ കൂടെ കൈറ്റിൻ പ്ലസ് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അവിടെ കൈറ്റിൻ പ്ലസ് പോളിസാക്കറൈഡ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് കൈറ്റിൻ. Chitin is exoskeleton. The body consists of what? Head, thorax, and abdomen. Very important. What are the like segmentation? Head, thorax, and abdomen. Either here is a head. Here we can say head. Here head, thorax, and abdomen. മൂന്നിലും പറയാൻ പറ്റും. ഹെഡ് ഉണ്ട്, thorax ഉണ്ട്, abdomen ഉണ്ട്. ഇവിടെ ഹെഡ് thorax പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഹെഡ് ആൻഡ് thorax ആർ കൺജോയിൻറ്റ്. ഹെഡ്, thorax, abdomen. Head,
thorax, abdomen. Okay, these are the segmentation. Okay, these are the segmentation. So they have joint appendages. ഈ ജോയിൻ്റ് അപ്പേജസ് ഉണ്ടല്ലോ, ഇത് കണ്ടാണ് ആർത്രോപോഡ് എന്ന് പറയാൻ കാരണം. ആർത്രോപോഡ. ആർത്രോ മീൻസ് ജോയിൻറ്റഡ്. ഓക്കെ, ആൻഡ് ആർത്രൈറ്റിസ് എന്ന് കേട്ടില്ല, ജോയിൻറ്റ് പെയിൻ. ആർത്രോ മീൻസ് ആൻഡ് പോഡ. പോഡ മീൻസ് ലെഗ്, ഫുട്ട്. സോ ആർത്രോപോഡ മീൻസ് ജോയിൻറ്റഡ് ലെഗ്, ജോയിൻറ്റഡ് ഫുട്ട്. ആൻഡ് ദ റെസ്പിറേറ്ററി ഓർഗൻസ് ആർ വാട്ട്? റെസ്പിറേറ്ററി ഓർഗൻസ് ഇത് സെപ്പറേറ്റ് ഒക്കെ എഴുതി പഠിക്കാൻ പോലും ഉണ്ട്. ഓക്കെ, റെസ്പിറേറ്ററി ഓർഗൻസ്. Respiratory organs are here you go. Gills, book gills, book lungs, and tracheal system. Gills, book lungs and tracheal system. ഇതിന് എക്സാമ്പിൾ പറയാം. ട്രക്കിയൽ സിസ്റ്റം കാണുന്നത് ഇല്ല, നമ്മൾ നോർമൽ കോക്രോച്ചിനകത്ത് ട്രക്കിയൽ സിസ്റ്റമാണ്. ഓക്കെ, അതിവിടെ എൻസൈറ്റ് കറക്റ്റ് കൊടുത്തില്ല, ബട്ട് ഇൻ അതർ ചാപ്റ്റേഴ്സ് ലൈക്ക് റെസ്പിറേറ്ററി ചാപ്റ്റർ വരുന്നുണ്ട്, അവിടെ ഇറ്റ്സ് ലൈക്ക് സ്പെഷ്യലായിട്ട് തന്നെ പറയുന്നുണ്ട്. അവിടെ ക്രിട്ടിക്കലായിട്ട് ലൈക്ക് ടിപ്പിക്കലായിട്ട് തന്നെ പറയുന്നുണ്ട്. ട്രക്കിയൽ സിസ്റ്റം ഈസ് ഫൗണ്ട് ഇൻ കോക്രോച്ച് പറയുന്നുണ്ട്. ദെൻ ബുക്ക് ലങ്സ് ആർ ഫൗണ്ട് ഇൻ വാട്ട്? ഇവിടെ വരുന്നില്ല ഈ ആശം തന്നെ, സ്കോർപ്പിയോൺ, സ്പൈഡേഴ്സ്, ഇതിലെല്ലാം കാണുന്നത് ബുക്ക് ലങ്സ് ആണ്. ദെൻ ബുക്ക് ഗിൽസ് ആർ ഫൗണ്ട് ഇൻ ലൈക്ക് പ്രോൺസ്, അതുപോലത്തെ ലൈക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗിൽസും ഇങ്ങനത്തെ ഓരോ സ്പീഷീസ് ലൈക്ക് പ്രോൺസ് അതുപോലത്തെ എല്ലാം നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ. സോ ഹിയർ ഇസ് ഗിവൺ ദാറ്റ് respiratory organs are gills, book lungs and tracheal system. Circulatory system is open circulatory system. Okay, open circulatory system. Sense organs ഏതൊക്കെയാണ്? സെൻസ് ഓർഗൻസ് ഏതാണ് അതും കൂടി നമ്മൾ പഠിക്കാണ്ട്. ഇതുപോലെ തന്നെ ലൈക്ക് ആൻറ്റിനയുണ്ട്, ഐസ് വിച്ച് മേ ബി കോമ്പൗണ്ട് ഓർ സിമ്പിൾ, സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസ് ഓർഗൻസ് ആർ ഓൾസോ പ്രസൻറ്റ്. ഇതൊക്കെയാണ് സെൻസറി ഓർഗൻസ്. അതായത് ഫസ്റ്റ് എന്താ, ആൻറ്റിനയുണ്ട്. എല്ലാ ആർത്തഡോക്സ് ആൻറ്റിന ഉണ്ട്, ഉറുമ്പിന് ആൻറ്റിനയുണ്ട്. ലൈക്ക് എട്ടുകാലിക്ക് ആൻറ്റിന എന്ന് വെച്ചാൽ അതില്ല, ബട്ട് സം അത് സെൻസ് ഓർഗൻസ് ആർ പ്രസൻറ്റ്. ഉറുമ്പിനുണ്ട്, ഗ്രാസ് ഹോപ്പ്, കോക്രോച്ച്, എല്ലാത്തിനും നല്ല ലോങ് ആൻറ്റിന ഉണ്ട്. ഓക്കെ, കോക്രോച്ച് സംടൈംസ് ദ ആൻറ്റിന ആർ ഈവൻ ലോങ്ങർ ദാൻ ദ ഹോൾ ബോഡി. സോ these are the antenna like structures, sensory structures. Then eyes which may be simple or compound. Simple eyes, ഇപ്പം എൻ്റെ കണ്ണ് നോക്കൂ, ഒരൊറ്റ കണ്ണല്ലേ അല്ലേ? സോ അതായത് ഒരൊറ്റ കണ്ണ് വെച്ചിട്ട് ഹിയർ ഇങ്ങനെ സിംഗിൾ ഐസ്. ഓക്കെ, പക്ഷെ കോമ്പൗണ്ട് ഐസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം, ഓക്കെ, ക്ലസ്റ്റർ ഓഫ് ഐസ് എല്ലാം ഒരു സിംഗിൾ ആയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, ഇൻ കേസ് ഓഫ് ലൈക്ക് ഹൗസ് ഫ്ലൈ നമുക്കറിയാം, ഈച്ച. നമ്മൾ ഈച്ച മൂവി കണ്ടിട്ടുണ്ടോ? നമുക്ക് അവിടുത്തെ ഒരു മൂവി ഉണ്ട്, ഈച്ച മൂവി. അതിൽ നമുക്ക് ലൈക്ക് ശരിക്കും കാണാൻ പറ്റും ആ ഈച്ചയുടെ ഒരു വിഷം പോലെ. അതായത് നമ്മൾ മൊസൈക്ക് വിഷം എന്നൊക്കെ പറയും. അതായത് ഒരുപാട് ഐസ് ഉണ്ട്, ഒരുപാട് ഐസ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി കോൾ കോമ്പൗണ്ട് ഐസ്. ഓക്കെ, അതായത് കണ്ടോ ഒരുപാട് പാനൽസ്, എസ്പെഷ്യലി നമ്മൾ ഐസ് എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഐ പാനൽ പോലെ. ദേ ടുഗെദർ ഫങ്ഷൻ ആസ് എ ഐ. നമ്മുടേത് ഇങ്ങനെ, ബട്ട് ഹൗസ് ഫ്ലൈയുടെ ഒക്കെ ഇങ്ങനെ. അതാണ് കോമ്പൗണ്ട് ഐസ് ആൻഡ് സിമ്പിൾ ഐസ്. ദെൻ സ്റ്റാറ്റോസിസ്റ്റ് ആർ ബാലൻസിങ് ഓർഗൻസ്. ബോഡി ബാലൻസ് ചെയ്യാൻ, നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയുണ്ട്? വെസ്റ്റിബുലർ അപ്പാരറ്റസ് പറഞ്ഞിട്ട് ഇയറിനകത്ത് ഇയർ ബാലൻസിങ് ഓർഗൻസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാട്ട്? ഇൻ ദ കേസ് ഓഫ് arthropods, insects, there are statocysts or balancing organs. Next, excretion takes place through malpighian tubules. Another very important point. Excretion takes place through malpighian tubules. തൊട്ട് മുമ്പ് പറഞ്ഞ ആരാ? നമ്മൾ ആരാ അനലിറ്റിക്സിൽ പറഞ്ഞത്? It was what? It was nephridia, but here it is malpighian tubules. They are mostly dioecious. അത് ഞാൻ സൈഡിൽ തന്നെ എഴുതി തരാം. ഹിയോ സൈഡിലല്ലോ. ഹിയോ sexes are separate, dioecious. Fertilization is internal fertilization ആണ്, and they are mostly oviparous. And development are direct or indirect. Direct ആവാം, indirect ആവാം. Okay, direct or indirect. So sexes are separate, fertilization internal, oviparous, and the developments are direct or indirect. Okay, ഇതിങ്ങനെ സൈഡിലേക്ക് എഴുതി വെക്കുന്നത് എന്തിനാ മനസ്സിലായില്ലേ? ഫോർ ബെറ്റർ വിഷൻ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൽ ഈ പെട്ടെന്ന്
ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് നോക്കുമ്പോൾ ഈ പോയിന്റ് ഞാൻ മിസ്സായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ സൈഡിൽ എഴുതിക്കുന്നു. സൈഡിലെ പോയിന്റ് എന്തായാലും ഞാൻ വായിക്കാതെ പോവില്ല. ഓക്കെ, സോ വായിക്കാതെ പോകരുത്. സോ ദാറ്റ്സ് വൈ നമ്മൾ സൈഡിലേക്ക് എഴുതി വെച്ചു. സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ, ദെൻ ഓവിപാരസ് ആണ്, മുട്ടയിടുന്നതാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ആൻഡ് ദെൻ എക്സാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾസ് ആർ ദെയർ ആർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് ഉണ്ട്. ഏതൊക്കെ? ആപ്പിസ്, ഹണിബി, ബോംബിക്സ്, സിൽക്ക് വർം ആൻഡ് ലാസിഫർ ഇൻസെക്ട്, ലാക്ക് ഇൻസെക്ട്. അതിൽ നമുക്ക് ലാക്ക് സബ്സ്റ്റൻസ് എന്നൊരു ഒരു ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ലാക്ക് സബ്സ്റ്റൻസ്. ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലാക്ക് ഇൻസെക്ട്. സോ ആപ്പിസ്, ഹണി കിട്ടുന്നു നമുക്ക്. ദെൻ ബോംബിക്സ്, സിൽക്ക് വർമിൽ നിന്ന് സിൽക്ക് കിട്ടുന്നു. ദെൻ the lacifer consists of lac insect and it produces the lac substances. Then vectors means pathogen carrying, disease carrying insect. ഈ ഇൻസെക്ട് ഡിസീസ് കോസ് ചെയ്യുന്നില്ല, ബട്ട് ഈ ഇൻസെക്ട് ദോസ് ക്യാരീസ് പാത്തജൻസ് ഓർ ബാക്ടീരിയ ഓർ വൈറൽ പാത്തജൻസ് വിച്ച് കോസ് വർ ഇൻഫെക്ഷൻസ്. സോ അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡീസ്, മോസ്കിറ്റോസിൻ്റെ 3 സ്പീഷീസാണ്, 3 ജനറ സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, ഈ അനോഫിലസ്, ക്യൂലെക്സ് ആൻഡ് ഈഡീസ്, ഈ 3 ടൈപ്പ് മോസ്കിറ്റോസ് കോസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ്. ലൈക്ക് ഞാൻ പറയാം, ക്യൂലെക്സ് കോസസ് എലിഫൻറ്റിയാസിസ്, ഈഡീസ് കോസ് വാട്ട്? ഈഡീസ് കോസ് ഡെങ്കിയോ, ആൻഡ് അനോഫിലസ് മോസ്കിറ്റോ കോസ് മലേറിയ. Okay, Anopheles malaria cause ചെയ്യുന്നു, Culex elephantiasis and Aedes causes dengue. And these are the mosquitoes. അതായത് ഈ അനോഫിലസ് മലേറിയ ഉണ്ടല്ലോ, മലേറിയ ഇസ് കോസ് ബൈ വാട്ട്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പ്ലാസ്മോഡിയം എന്ന്. എവിടെ പറഞ്ഞപ്പോൾ? നമ്മൾ സ്പോറോസോൻ പറഞ്ഞപ്പോൾ പ്ലാസ്മോഡിയം പറഞ്ഞു. സോ പ്ലാസ്മോഡിയത്തിനകത്ത് ആരുണ്ട്? പ്ലാസ്മോഡിയം എങ്ങനെ ഹ്യൂമനിലേക്ക് എത്തുക? ത്രൂ ദ അനോഫിലസ് മോസ്കിറ്റോ. സോ അനോഫിലസ് മോസ്കിറ്റോ ആക്ട് എസ് എ വെക്ടർ. അനോഫിലസ് കാരണമല്ല അസുഖം ഉണ്ടായത്, കാരണം മലേറിയൽ പാരസൈറ്റ് കാരണം, പ്ലാസ്മോഡിയം കാരണമാണ് അസുഖം ഉണ്ടായത്. ബട്ട് പ്ലാസ്മോഡിയം എങ്ങനെ ഹ്യൂമൻ ബോഡിക്ക് അകത്തെത്തി? ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ദ വെക്ടർ അനോഫിലസ് മോസ്കിറ്റോ. സെയിം വേ ക്യൂലെക്സ് ആൻഡ് ഈഡീസ്. ക്യൂലെക്സ് എന്ത് ചെയ്യുന്നു? ലൈക്ക് എലിഫൻറ്റിയാസിസ് തരുന്നു. അതുപോലെ ഈഡീസ് മോസ്കിറ്റോസ് ദേ ഗിവ് us what? dengue fever. നെക്സ്റ്റ് ഗ്രിഗേറിയസ് പെസ്റ്റ്, ലോക്കസ്റ്റ. ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് വെച്ചാൽ ലൈക്ക് അത്യധികം നാശകാരിയായ പെസ്റ്റ് എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ എന്താ പറയുക, പെസ്റ്റ് ലൈക്ക് നമ്മുടെ ക്രോപ്സ് ഉണ്ടല്ലോ, ക്രോപ്സിനൊക്കെ നശിപ്പിക്കുന്ന ആളാണ് വാട്ട്? പെസ്റ്റ്. സോ ഗ്രിഗേറിയസ് പെസ്റ്റ് ഇസ് ലോക്കസ്. ആൻഡ് ലിവിങ് ഫോസിൽ ഇസ് ദ ലിമുലസ് ഓർ കിങ് ക്രാബ്. ഓക്കെ, ലിമുലസ് അതായത് കിങ് ക്രാബ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇത് ഡെഫിനറ്റായി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കിങ് ക്രാബിൻ്റെ മറ്റൊരു പേര് ലിമുലസ്. അത് ഏത് ഫൈലത്തിലാണുള്ളത്? ഇറ്റ് ഇസ് ഇൻ ആർത്രോപോഡ. കിങ് ക്രാബ് ആണ്. ഓക്കെ, ക്രാബ് ഏതിലുള്ളത്? മൊളുസ്കയിലുള്ളത്. പക്ഷേ കിങ് ക്രാബ് ഏതിലുള്ളത്? കിങ് ക്രാബ് ഏതുള്ളത്? സോറി, ക്രാബ് ഇസ് ഇൻ ദിസ് തിങ്. ഓക്കെ, സോറി, ലിമുലസ്. കിങ് ക്രാബ് ഏതിനകത്തുള്ളത്? ഇറ്റ് ഇസ് ഇൻ ആർത്രോപോഡ ആൻഡ് ഇസ് ദ മോസ്റ്റ് വാട്ട്? ലിവിങ് ഫോസിൽ. അതായത് ഒരു സാധനത്തിൽ ലിവിങ് ഫോസിൽ വിളിക്കാൻ കാരണം എന്തായിരിക്കും? ബിക്കോസ് ഇത് പണ്ടേ ലൈക്ക് ദ ഓൾഡ് ഏജ്. ഓക്കെ, നമ്മുടെ എർത്ത് ഫോർമേഷൻ ടൈം കഴിഞ്ഞു, ഒരുപാട് എറാസ് കഴിഞ്ഞു, ഒരുപാട് എറ, ലൈക്ക് പാലിയോസോയിക് എറ, മീസോസോയിക് എറ, ലൈക്ക് പിന്നെ അതുപോലെ ജുറാസിക് എറ, ട്രയാസിക് എറ, അങ്ങനെ ഒരുപാട് എറാസ് കഴിഞ്ഞു. ഈ എറാസ് എല്ലാം സർവൈവ് ചെയ്ത് ലൈക്ക് ഈ എറാസ് കഴിയുമ്പോൾ ലൈക്ക് ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു? എക്സ്റ്റിങ്ക്റ്റ് ആയി അതിൻ്റെ പുതിയ വേരിയൻസ് ഉത്ഭവിച്ചു വരുന്നു. ഓക്കെ, അതാണ് നമ്മൾ നോർമൽ എവല്യൂഷൻ പ്രോസസ്സ്. ബട്ട് സം ഓർഗാനിസംസ് ലൈക്ക് കോൾഡ് ലിവിങ് ഫോസിൽസ് എന്ത് ചെയ്യുന്നു? ആ പഴയ ഓർഗാനിസം അതുപോലെ തന്നെ ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നു വിത്തൗട്ട് നോട്ട് മച്ച് എവല്യൂഷണറി ചേഞ്ച് വല്ലതും വരാതെ. Okay, that's why we call living fossil. Okay, so king crab is such a type of living fossil and it's called limulus. Okay, I hope you understand. അതിലിപ്പോൾ പറഞ്ഞു ലൈക്ക് കിങ് ക്രാബിനാണ് ആരുള്ളത്? ബുക്ക് ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്. ഗിൽസ് കാണുന്നത് പ്രോൺസിലാണ്, ബുക്ക് ഗിൽസ് കാണുന്നത് ആരാ? ലിമുലസ് ഓർ കിങ് ക്രാബിനകത്താണ്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് അതാണ് ഫൈലം ആർത്രോപോഡ. നമുക്കൊന്നുകൂടി പറയുമ്പോൾ നമുക്ക് നോക്കാം. സോ ലാർജസ്റ്റ് ഫൈലമാണ് അഫാനിമേലിയ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു കയ്യിൽ എണ്ണിയെടുക്കാൻ പറ്റും. ലാർജസ്റ്റ് ഫൈലമാണ്. ഓക്കെ, ആർത്രോപോഡ കൺസിസ്റ്റ് ഓഫ് ഇൻസെക്ട്. ഇനി അടുത്ത എന്ത് പറയാൻ പറ്റും? 2/3 ഓഫ് ഓൾ പോപ്പുലേഷൻ. അതെല്ലാം നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബൈലാറ്ററൽ സിമെട്രിക് ആണ്, പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതുപോലെ സീലോമേറ്റ് ആനിമൽസ് ആണ്. ഇങ്ങനെ നോർമൽ ക്രിട്ടിക്കൽ സ്ട്രക്ചേഴ്സ് എല്ലാം നമുക്ക് പറഞ്ഞു. നെക്സ്റ്റ് വൺ, ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് മേഡപ്പ് ഓഫ് എക്സോസ്കെലിറ്റം മേഡപ്പ് ഓഫ് കൈറ്റിൻ ഇസ് എക്സോസ്കെലിറ്റം. നെക്സ്റ്റ് പോയിന്റ്, ബോഡി കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഹെഡ് ഉണ്ട്, തൊറാക്സിൻ്റെ അബ്ഡമൻ ഉണ്ട്. ഇങ്ങനെ 3 പാർട്ടായി സെഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. സോ ദിസ് ഇസ് ദ പോയിന്റ് 4. നെക്സ്റ്റ്, ദേ ഹാവ് ജോയിൻറ്റ് appendages. ആൻഡ് നെക്സ്റ്റ് ദ 6th point, റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ഗിൽസ്, ബുക്ക് lungs ആൻഡ് വാട്ട്? ദ ട്രക്കിയൽ സിസ്റ്റം. ഇങ്ങനെ 4
ഫീച്ചേഴ്സാണ് എന്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്തുള്ളത്. നെക്സ്റ്റ് നമ്മൾ സർക്കുലേഷൻ സിസ്റ്റം പറഞ്ഞു, ഇസ് ഓപ്പൺ സിസ്റ്റം ഓഫ് സർക്കുലേഷൻ. നെക്സ്റ്റ് വൺ സെൻസറി ഓർഗൻസ് ഏതൊക്കെ നമ്മൾ പറഞ്ഞു ആൻറ്റിനയുണ്ട്, ഐസ് ഉണ്ട്, ഐസ് മേ ബി കോമ്പൗണ്ട് ഓർ സിമ്പിൾ. ദെൻ വി ടോൾഡ് അബൌട്ട് ദ സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻ. നെക്സ്റ്റ് വൺ എക്സ്ക്രീഷൻ എന്താ ത്രൂ മാൽപിജിയൻ ട്യൂബ്യൂൾസ്, അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മുകളിലോട്ട് സെപ്പറേറ്റ് ആക്കി എഴുതി വെച്ച് സക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ, ഓക്കെ, ആൻഡ് ദെൻ ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അത്രയും നമ്മൾ പറഞ്ഞു. ദെൻ ആഫ്റ്റർവേർഡ്സ് വി ടോൾഡ് അബൌട്ട് ദ എക്സാമ്പിൾസ് അവിടെ നിൽക്കട്ടെ. സോ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ജസ്റ്റ് ഒരു റീകോൾ ചെയ്യാൻ പറ്റുമോ ഒന്ന് ശ്രമിച്ച് നോക്കൂ. ഓക്കെ, സോ വീണ്ടും എന്നെ കുറച്ച് വലുതാക്കി കാണാം. ഓൾറൈറ്റ്, ഓക്കെ, യു ക്യാൻ ഫോളോ റൈറ്റ്. നമ്മളൊന്നും പറയാം ഫൈലം ആർത്രോപോഡ നമ്മൾ എന്ത് പറഞ്ഞു? ഫൈലം ആർത്രോപോഡ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം പ്രസൻറ്റ്. അതിനകത്ത് എന്ത് ആർത്രോപോഡ്സ് ഉണ്ട്. ആർത്രോപോഡ്സ് ഇൻസെക്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻസെക്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് 2/3 ഓഫ് ഓൾ നെയിം സ്പീഷീസ് ഓഫ് ഓൺ ദ എർത്ത്. ഇതെല്ലാം ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ലൈക്ക് ദ നോർമൽ തിങ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, ബൈലാറ്ററൽ സിമെട്രി പറഞ്ഞു, ദെൻ സീലോമേറ്റ് ആണെന്ന് പറഞ്ഞു, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു സെക്കൻഡ് പോയിന്റിനകത്ത്. തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താ? ലൈക്ക് ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ വെച്ചാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ബോഡി ഡിവിഷൻസ് എങ്ങനെയൊക്കെയാണ്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ ആണ് ഇതിൻ്റെ ക്ലാസ് ലൈക്ക് ഡിവിഷൻ സെഗ്മെൻറ്റേഷൻ വെച്ചാൽ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരുന്നത്? ട്രൈ ചെയ്ത് നോക്ക്. അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഹിയർ വി ഹാവ് ലൈക്ക് ദ അടുത്ത നമ്മൾ ഇങ്ങനെ വെച്ചാൽ തേർഡ് പോയിന്റ് എന്ത് പറഞ്ഞു? തേർഡ് പോയിന്റ് അപ്പോൾ ഔട്ടർ കവറിങ്. ഫോർത്ത് പോയിന്റ് സെഗ്മെൻറ്റേഷൻ. ഫിഫ്ത്ത് പോയിന്റ് ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, സിക്സ്ത് പോയിന്റ് സർക്കുലേഷൻ. റെസ്പിറേറ്ററി സിസ്റ്റം പറയുമ്പോൾ ഏതാ? ലൈക്ക് ബുക്ക് ലങ്സ് ആൻഡ് ട്രക്കിൽ സിസ്റ്റം, അത് റെസ്പിറേറ്ററി സിസ്റ്റം. നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓപ്പൺ ടൈപ്പ് ഓഫ് സിസ്റ്റം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. നെക്സ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം ബൈ മാൽപിജിയൻ ട്യൂബ്യൂൾസ്, അങ്ങനെ പറഞ്ഞു സെവൻത് പോയിന്റ്. നെക്സ്റ്റ് സെൻസറി ഓർഗൻസ് ഏതൊക്കെ? ആൻറ്റിനയുണ്ട്, ഐസ് ഉണ്ട്, ബാലൻസിങ് ഓർഗനായ സ്റ്റാറ്റോ സിസ്റ്റം ഉണ്ട്. 8 points ആയി. നെക്സ്റ്റ് 9 points എന്താ പറഞ്ഞത്? നമ്മൾ ഈ മുകളിലോട്ട് എഴുതി വെച്ച പോയിന്റ്സ് ഏതൊക്കെ? ലൈക്ക് സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇസ് ഇൻറ്റേർണൽ ആണ്, ആൻഡ് ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇത്രയും പറഞ്ഞു. നൗ ദ എക്സാമ്പിൾസ് നമ്മൾ എങ്ങനത്തെ പറയാൻ പറ്റും? ലൈക്ക് ദർ ആർ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ്. എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഹണിബി പറഞ്ഞു, എപ്പിസ് ഹണിബി. നെക്സ്റ്റ് വൺ വാസ് ദ ബോംബിക്സ് ഓർ സിൽക്ക് വേം. ദെൻ ലാസ്റ്റിഫർ ഇൻസെക്ട് ഓർ ലാക്ക് ഇൻസെക്ട്. ഇതാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വെക്ടേഴ്സ് നമ്മൾ 3 സ്പീഷീസ് ഓഫ് മോസ്കിറ്റോ പറഞ്ഞു. ഏതൊക്കെ? ഈഡിസ് ഉണ്ട്, ഈഡിസ് ഉണ്ട്, അനോഫിലസ് ഉണ്ട്, ആൻഡ് ക്യൂലെക്സ് ഉണ്ട്. ദീസ് ആർ ദ വെക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഗ്രിഗേറിയസ് പെസ്റ്റ്, വെരി അപകടകരമായ വിനാശകാരിയായ ദ പെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്സ് എല്ലാം നശിപ്പിക്കും. ഒരു ലോക്കസ്റ്റ് എങ്ങനെ ഇറങ്ങുന്നത് വെച്ചാൽ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞുതരാം. ലോക്കസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രാണിയാണ്. ലൈക്ക് ലൈക്ക് ഒരു പിക്ചർ വന്നിട്ടുണ്ട്. നമ്മൾ പുൽച്ചാടി എന്ന് പറയില്ലേ, പുൽച്ചാടി അതുപോലത്തെ. നമ്മൾ ആക്ച്വലി ഇത് മലയാളം വെച്ചാൽ വെട്ടുകിളി എന്നാണ്. വെട്ടുകിളി അതായത് നമ്മൾ പുൽച്ചാടി പോലത്തെ ഒരു സ്മോൾ ഇൻസെക്റ്റാണ്. ഓക്കെ, ഗ്രീൻ കളറായിരിക്കും. ഇത് ദേ വുഡ് കം ഇൻ എ സ്വാം, അതായത് ഒരുപാട് ഗ്രൂപ്പായിട്ടാണ് ഒരുമിച്ച് വരിക. ആ ഒറ്റ ഗ്രൂപ്പിന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫാം മൊത്തത്തിൽ ഒറ്റയടിക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റും. അത്രയും വിനാശകാരിയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് കോൾഡ് ഗ്രിഗേറിയസ് പെസ്റ്റ്. സോ ലോക്കസ്റ്റ് ഓർ ലോക്കസ്റ്റ. നെക്സ്റ്റ് വൺ ലിവിങ് ഫോസിൽ, ലിമുലസ് കിങ്കാര. ഓക്കെ, സോ ദിസ് ഇസ് ഫൈലം ആർത്രോപോഡ. വെരി ഇമ്പോർട്ടൻറ്റ് യെറ്റ് വെരി ഈസി. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ചോദിച്ചോളൂ. No doubts? Let's move on to the next phylum. So next phylum Mollusca. എന്തോ ചോദിക്കാണ്ടോ? നെജക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ?
Okay. So on to the next phylum. Phylum Mollusca. Okay, so let's continue, right? All right. So next phylum Mollusca. This is the second largest phylum. And first phylum is the first large phylum is the arthropoda. And here is the second largest animal phylum. Second largest animal phylum. Mollusks are terrestrial or aquatic. Terrestrial avam, aquatic avam. Marine or freshwater. Terrestrial avam, aquatic avam. So it's primarily aquatic, okay. So terrestrial avam, aquatic avam. Aquatic and edavam, marine avam, freshwater avam. Okay, marine avam, freshwater avam. And they have normal case organ system organization ഉണ്ട്. They are bilateral symmetrical ആണ്, then triploblastic ആണ്, and coelomate animals. Okay, ഇനി നമ്മൾ ഈ 4 പോയിന്റ്സ്, ഈ 4 പോയിന്റ്സ് നമുക്ക് എവിടെയും പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ഏതൊക്കെ? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി, ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഈ 4 പോയിന്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ എനിത്തിങ്. നമുക്ക് എന്തിലെഴുതാം? ആർത്രോപോഡ്സിൽ എഴുതാം, ദെൻ മൊളുസ്ക് എഴുതാം, എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ, ഇതിലെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. So, body is covered by a calcareous shell and is unsegmented with a distinct head, muscular foot, and visceral hump. Body is covered by a calcareous shell and is unsegmented. Stress that point even more, unsegmented, with a distinct head, muscular foot, and visceral hump. The distinct foot, head, muscular foot, and visceral hump. A soft and spongy layer of skin forms a mantle over the visceral hump. Okay. ഇനി ഇതൊരു കഥ പോലെ പഠിക്കേണ്ട കാര്യമാണ്. ഒരു വിസറൽ ഹമ്പ് ഉണ്ട്. വിസറൽ ഹമ്പിന് മുകളിൽ ഒരു മാൻഡിൽ, ആ മാൻഡിൽ മുകളിൽ ഒരു സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ് ആൻഡ് മാൻഡിൽ ഇസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി, ഇൻ വിച്ച് ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ്. ദേ ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. ദ ആൻറ്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻഡക്കിൾസ്. സോ ഇങ്ങനെ നോക്കിക്കോളൂ, ഇവിടെ ഒരു വിസറൽ ഹമ്പ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ വിസറൽ ഹമ്പ്. വിസറൽ ഹമ്പ്. ഇതിന് തൊട്ടുമുള്ള ആരുണ്ട്? ഒരു മാൻഡിലുണ്ട്. ഓക്കെ, മാൻഡിൽ നമ്മൾ വേറെ എന്തെങ്കിലും കളർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു മാൻഡിൽ, ദിസ് ഇസ് ദ മാൻഡിൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇതിൻ്റെ മുകളിൽ ആരുണ്ട്? വേറെ കളർ. ഇതിന് മുകളിൽ ആരുണ്ട്? ഇറ്റ്സ് എ സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഉണ്ട്, മാൻഡിലുണ്ട്, ആൻഡ് വിസറൽ ഹമ്പ് ഉണ്ട്. A spongy layer of skin is present over the mantle, which in turn is present over the visceral hump. This is what we call. ഇതാണ് ഈ ഒരു ലൈനകത്ത് പറയുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെ. Body is covered by a calcareous shell and is unsegmented with a distinct head. A soft and spongy layer of skin forms a mantle over the visceral hump. So visceral hump ഉണ്ട്, mantle ഉണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, മാൻഡിലിനും വിസറൽ ഹമ്പിനും ഇടയിൽ സം ഗിൽസ് ആർ പ്രസന്റ്. These are feather-like gills. Feather-like gills, and they have respiratory and excretory function. They have respiratory and excretory function.
അതിന് മുമ്പുള്ള പോയിന്റ് എല്ലാം ഈ ഒരൊറ്റ ഫിഗർ നമുക്ക് എല്ലാം മനസ്സിലാകും. എല്ലാം ഹോൾ ക്ലിയർ ആണ്. ഓക്കെ, ഒരു വിസറൽ ഹമ്പ് ഉണ്ട്. വിസറൽ ഹമ്പിന് മുകളിൽ ഒരു മാൻഡിലുണ്ട്. മാൻഡിലിൻ്റെ മുകളിൽ ഒരു സ്മൂത്ത് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂ ലെയർ ഉണ്ട്. ഓക്കെ, സോ മാൻഡിലിൻ്റെയും അതുപോലെ വിസറൽ ഹമ്പിന് ഇടയിൽ ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ്. ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ്. ഓക്കെ, ദേ ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ഇൻ mollusca. The anterior head region has sensory tentacles. ഓക്കെ, നമ്മൾ ഒക്ടോപസ് നമുക്കത് കാണാൻ പറ്റില്ല. ബട്ട് സം ഓഫ് ദം ലൈക്ക് നോട്ടിലസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഇറ്റ് ഹാസ് വാട്ട് സെൻസറി ടെൻഡക്കിൾസ് ആർ പ്രസൻറ്റ്. സെൻസറി ടെൻഡക്കിൾസ്. The mouth contains a file-like rasping organ called for feeding called radula. Very important topic. Very important point on this. File-like feeding organ. File-like rasping organ for feeding called radula. Kanilla. Okay. File-like rasping organ for feeding called radula. It is present only in mollusca. Mollusca ഏറ്റവും പെക്യുലർ ഫീച്ചർ എന്ന് വെച്ചാൽ ഇതാണ്. ഒന്ന്, മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കോൾഡ് റാഡുല. അതുപോലെ മറ്റൊന്ന് ലൈക്ക് ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ മാൻഡിൽ ആൻഡ് വിസറൽ ഹമ്പ്. അതിനകത്തുള്ള മാൻഡിൽ ക്യാവിറ്റി പ്രസൻറ്റ് ബിറ്റ്വീൻ മാൻഡിൽ ആൻഡ് വിസറൽ ഹമ്പിൽ ഒരു ഫെദർ ലൈക്ക് ഗിൽസ് ഉണ്ട്. അതൊരു പെക്യുലർ ക്യാരക്ടറാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എന്ത്, ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കോൾഡ് റാഡുല. ഓക്കെ, and they are usually dioecious and oviparous with indirect development. സൈഡിൽ എഴുതിയേക്കാം, ഡോണ്ട് വറി, എല്ലാം നമുക്ക് സൈഡിൽ എഴുതിയേക്കാം. ഹിയർ sexes separate and they are oviparous. ഡെവലപ്മെൻറ്റ് എങ്ങനെയാ? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. Okay, sexes are separate, oviparous, and development is indirect development. And examples are Pila, Pinctada, Sepia, Loligo, Octopus, Aplysia, Dendalium, and Ketopleura. Okay, ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാണ്ട്, ഏറ്റവും അധികം എക്സാമ്പിൾസ് പഠിക്കാനുള്ളത് ഇതിനകത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. നമുക്ക് സൈഡിൽ എഴുതിയേക്കാം. ഹിയർ പൈല, ആപ്പിൾ സ്നെയിൽ, Pila, apple snail. Then Pinctada, pearl oyster. Then Sepia, cuttlefish. ഈ പേരെല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, പച്ചവെള്ളം പോലെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ പൈല വി ഷുഡ് ബി ആപ്പിൾ സ്നെയിൽ ആവണം, പിങ്ചട അതുപോലെ പേൾ ഓയിസ്റ്റർ ആവാം, സെപ്പിയ, ലൊലിഗോ സ്ക്വിഡ്, then octopus, devilfish, and Aplysia, sea hare. I'm sorry. Aplysia, sea hare, and Dendalium, tusk shell, Dendalium. Then Ketopleura, chiton. ഇത്രയധികം 2, 4, 6, 8 ഈ 8 എക്സാമ്പിൾസ് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, NCERT കൊടുത്ത എക്സാമ്പിളാണ്. ഒരിക്കലും പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നീറ്റ് എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ 8 എക്സാമ്പിൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനത്തെ എക്സാമ്പിൾ പഠിച്ചിരിക്കാൻ ഒരു പ്രത്യേക ലൈക്ക് ഒരു മെത്തേഡ് എന്താ, എവിടെയെങ്കിലും കാണോടത്ത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ടാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് സോ ദാറ്റ്സ് ദ തിങ്. PPS ലോഡ് C അങ്ങനെ എന്തെങ്കിലും കോഡിനാക്കി വെക്കാം. ഓക്കെ, കോഡിനാക്കി പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈലം mollusca for you. Phylum mollusca നമുക്കൊന്നുകൂടി പറയാം. Is the largest animal phylum. Second largest. Okay, second largest. Which is the largest? Largest is the arthropoda.
Largest is the arthropoda. Okay, mollusks are terrestrial or aquatic. Okay, mollusks are terrestrial ആവാം, aquatic ആവാം. Aquatic എന്ന് പറയുമ്പോൾ it might be what fresh water ആവാം, അതുപോലെ marine ആവാം. And next one, having an organ system level of organization. Okay, ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക. Okay, text, keep your text with you and പറയൂ. Have an organ system level of organization. They are bilaterally symmetrical. നമുക്ക് പറയാം ബൈലാറ്ററലി സിമെട്രിക്കൽ ആണെന്ന് പറയാം, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയാം, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് പറയാം, അതുപോലെ സീലോമേറ്റ് ആനിമൽസ്. ഈ 4 പോയിന്റ്സ് നമ്മൾ എന്തായാലും ക്രിട്ടിക്കലായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വൺ, ദേ ആർ ബോഡീസ് കവേർഡ് ബൈ എ കാൽക്കാരിയസ് ഷെൽ. ഇതിനെല്ലാം നമ്മൾ ഇവിടെ വെച്ച് സൈഡിൽ വെച്ചൊരു ഫിഗർ ഉണ്ടോ, ഈ ഫിഗർ ഹിയർ ദിസ് വൺ, ഇത് നോക്കിയാൽ മതി. ആദ്യം എന്ത് പറഞ്ഞു, ഒരു വിസറൽ ഹമ്പ് വരച്ചു. വിസറൽ ഹമ്പിന് മുതൽ ഒരു മാൻറ്റിലിന് മുകളിൽ സോഫ്റ്റ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. ഇതിൽ മാൻറ്റിലിൻ്റെയും വിസറൽ ഹമ്പിന് ഇടയിലുള്ള സ്പേസാണ് മാൻറ്റിൽ കാവിറ്റി. ദിസ് മാൻറ്റിൽ കാവിറ്റി പോസസ് ഫെദർ ലൈക്ക് ഗിൽസ്. Okay, feather like gills are present in the mantle cavity present between visceral hump and mantle. And what they have, respiratory and excretory function. Like these feather like gills have respiratory and excretory functions. The anterior head region has sensory tentacles and a file like rasping organ used for feeding is called radula. And ഇനിയുള്ള കാര്യം നമ്മൾ മുകളിൽ എഴുതി വെച്ചു. സെക്സസ് ആർ സെപ്പറേറ്റ്, ദെൻ ദേ ആർ ഓവിപാരസ് ആൻഡ് ഡെവലപ്പ് മേ ബി ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇൻഡയറക്റ്റ് ആവാം, അല്ല ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക, ഇതിനകത്ത് ലൈക്ക് മോളുസ്കകത്ത്. ആൻഡ് എക്സാമ്പിൾസ് നമ്മൾ 8 പറഞ്ഞു. പൈല ആപ്പിൾ സ്നെയിൽ, പിങ്ടഡ പേൾ ഓയിസ്റ്റർ, ദെൻ നെക്സ്റ്റ് വൺ ഏതാ, സെപ്പിയ ക്യൂട്ടൽ ഫിഷ് ഓർ കട്ടിൽ ഫിഷ്, സെപ്പിയ കട്ടിൽ ഫിഷ്, ലൊലിഗോ സ്ക്വിഡ്, ദെൻ ഒക്ടോപസ് ഡെവിൽ ഫിഷ്, അപ്ലീഷ്യ സീ ഹെയർ, ഡെൻറ്റാലിയം ടസ്കൽ ആൻഡ് കീറ്റബ്ലിറ കൈറ്റോൺ. ഈ 8 എക്സാമ്പിൾ എന്തായാലും പഠിച്ചിരിക്കാം. ആൻഡ് ദിസ് ഇസ് ഫൈലം മൊളുസ്ക ഫോർ യു. സോ എനി ഡൗട്ട്സ് ഇൻ ഇറ്റ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മൊളുസ്കകത്ത്? Okay, I think there are no doubts are there, right? Okay, so no doubts. Then we will move on to phylum Echinodermata. അപ്പോൾ എടുക്കാം. എനിവൺ, എനി റെസ്പോൺസ്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നതെല്ലാം? യെസ്, ഓക്കെ. ഓൾറൈറ്റ്, എന്നാൽ നമുക്ക് അടുത്ത ഫയലിൽ പോയാലോ? Let's go on to next phylum, Echinodermata. Okay, Echinodermata is the next phylum. These animals, okay, Echinodermata നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. Echinodermata animals have an endoskeleton. Okay, first starting തന്നെ the most important point വെച്ചതാണ് അവർ തുടങ്ങുന്നത് തന്നെ. Endoskeleton of calcareous ossicles and hence name Echinodermata. Echino means spine bodied. So they have an endoskeleton of calcareous ossicles. That's what we call Echinodermata. So the all are marine with organ system level of organization. നമ്മൾ പറയാം എല്ലാം മറൈൻ ആണ്, all are marine എന്ന് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രഷ് വാട്ടർ പോലും ഏതില്ല, എല്ലാം മറൈൻ ആണ്. ഓക്കെ, all are marine with organ system level of organization. The adult echinoderms are radially symmetrical but larvae are bilaterally symmetrical. മനസ്സിലായോ? Like larvae are bilaterally symmetrical but adults are radially symmetrical. ഇത് എങ്ങനെ സിമെട്രി നമുക്ക് വെക്കാൻ പറ്റും? 1 2 3 4. ഇപ്പോൾ തന്നെ നമുക്ക് 4 കിട്ടി. ഇങ്ങനെ സാധനം ഉണ്ടോ? ഇത് എഴുതി വരച്ചു. വേണമെങ്കിൽ ഇങ്ങനെ അടുത്ത 5 അടുത്ത് വരക്കാം. ഓക്കെ,
5 planes of symmetry we can get from that. 5 planes of symmetry. And next. So they are adults are radially symmetrical, but larvae are just bilaterally symmetrical. Okay, adult echinoderms are radially symmetrical, but larvae are bilaterally symmetrical. They are triploblastic and coelomate animals. And digestive system is complete with mouth on lower side and anus on upper side. മനസ്സിലായോ? ഈ ഒരു സ്റ്റാർഫിഷിൻ്റെ ഇതാണ് ഇതിൻ്റെ എന്ത് ഡോർസൽ സൈഡ്. ഇവിടെയാണ് ഏനസ് ഉണ്ടാവുക. താഴ്ഭാഗം ഇങ്ങനെ നിൽക്കുക സ്റ്റാർഫിഷ്. മുകളിലാണ് എന്തുണ്ടാവുക? ഡോർസൽ സൈഡിൽ ഏനസ് ഉണ്ടാവുക. താഴെ ആണ് എന്ത് മൗത്ത് ഓർ ഓസ്റ്റിയം അകത്തുണ്ടാവുക. ആൻഡ് സോ ഡൈജഷൻ ഈസ് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു മൗത്ത് ഓൺ ദ ലോവർ സൈഡ് ആൻഡ് ഏനസ് ഓൺ ദ അപ്പർ സൈഡ്. And the most distinctive feature of echinoderms is the presence of water vascular system, which helps in locomotion, help in capture and transport of food and respiration. 4 function ഉണ്ട്. Locomotion, capture and transport of food. ഒന്നൊക്കെ പറയാം. Capture and transport of food and respiration. ഈ 3 ഫംഗ്ഷനും എന്തുണ്ട്? വാട്ടർ വാസ്കുലർ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഇസ് ആബ്സെൻറ്റ്. കാരണം എന്താ? നമുക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട് എക്സ്ക്രീഷൻ ഹെൽപ്പ് ചെയ്യാൻ. എന്നിട്ട് locomotion, capture of food and respiration. And excretory system is absent. Okay, excretory system is absent. ഇനി അടുത്ത കാര്യം നമുക്ക് സൈഡിൽ എഴുതി വെക്കാം. Sexes are separate. Sexes are separate. Then reproduction is sexual. And fertilization is external. And development is indirect with free swimming larva. And examples. So നമുക്ക് പറഞ്ഞു ഈ 4 പോയിന്റ്സ് ഏതൊക്കെയാ? Sexes are separate, reproduction is sexual, then fertilization external, development is indirect. Okay, development is indirect. And what? So examples are Asterias starfish, Echinus sea urchin, Androdon sea lily, Cucumeria sea cucumber, and Ophiura brittle star. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ആയി നമുക്ക് പഠിക്കാനല്ലേ. ആർത്രോപോഡ്സിൽ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു, മൊളുസ്കകത്ത് ഒരുപാട് എക്സാമ്പിൾ പഠിച്ചു. ഇപ്പോൾ ഇതാ ഇവിടെ എക്കിനോഡർമേറ്റയിലും ഒരുപാട് എക്സാമ്പിൾസ്. ഓക്കെ, ഇതൊന്നും വായിക്കിട്ടാത്ത പേരാണെന്ന് തോന്നും, ബട്ട് സ്റ്റിൽ ഇത് റിപ്പീറ്റഡ് വീണ്ടും വായിച്ച് നമുക്ക് ഇതിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, സോ വീണ്ടും വായിക്കുക എക്കിനോഡർമേറ്റ. സോ നമുക്ക് പറയാം എക്കിനോഡർമേറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്. Echinodermata have an endoskeleton of calcareous ossicles, and hence the name Echinodermata. And all are marine with organ system level of organization. The adult echinoderm are radially symmetrical. Adults are radially symmetrical, but larvae are bilaterally symmetrical. Okay, adults are radially symmetrical, while larvae are bilaterally symmetrical. And they are triploblastic and as well as coelomate animals. And digestive system is complete with a mouth on the വെൻട്രൽ സൈഡിൽ മൗത്ത് ഉണ്ട്, ആൻഡ് ഡോർസൽ സൈഡിൽ ഏനസ് ഉണ്ട്. അങ്ങനെ ലൈക്ക് ഒരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. ആൻഡ് ദ അതർ തിങ് ഇസ് ദാറ്റ് the most distinctive feature of echinodermates are the presence of a water vascular system. Water vascular system is present in Echinodermata. Water vascular system അതിൻ്റെ ഫംഗ്ഷൻ എന്താ? അതിൻ്റെ ഫംഗ്ഷൻ ഇസ് യൂസ് ഫോർ ലോക്കോമോഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ക്യാപ്ചർ ആൻഡ് ഫീഡിങ് ഓഫ് ഓർഗാനിസം, അതുപോലെ ദ റെസ്പിറേഷൻ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടും വാട്ടർ വാസ്കുലർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Next one, excretory system is absent. And the അടുത്ത സാധനം നമ്മൾ സൈഡിൽ എഴുതി വെച്ചു. Sexes are separate. Reproduction is sexual reproduction ആണുള്ളത്, and fertilization is external, and development is indirect. Okay, development indirect ആണ്, fertilization external ആണ്, reproduction sexual, and sexes are separate. Examples are Asterias starfish, Echinus sea urchin, then Androdon is sea lily, and Cucumeria sea cucumber, and Ophiura is a brittle star. So these are the examples of Echinodermata. And that's the end of phylum Echinodermata. So any doubts? ആർക്കെന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? In response, anything? പറയൂ.
നോ ഡൗട്ട്സ്. ഓക്കെ, ഗുഡ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ഓൾ റൈറ്റ്. നെക്സ്റ്റ് ഫൈലം ഹെമികോഡേറ്റ. സോ ഇതാണ് നമ്മുടെ എന്ത് ലൈക്ക് ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പകുതി, അതായത് ഹാഫ് കോഡേറ്റ. കോഡേറ്റൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഫുൾ എത്തിയിട്ടില്ല, ബട്ട് ദർ ഓൾമോസ്റ്റ് ലൈക്ക് ഹാഫ് ഓഫ് ദ കോഡേറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതിന് മെയിൻ പ്രത്യേകത എന്തായിരിക്കും? കോഡേറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് കണ്ട സംഭവം എന്തായിരുന്നു? ദ പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, റൈറ്റ്? ആ നോട്ടോ കോഡിൻ്റെ ചെറിയൊരു പാർട്ട്, അതാണ് നമ്മൾ ഹെമികോഡേറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹെമികോഡേറ്റ. Earlier, much earlier, this classification, hemicodata was also placed in codates. And afterwards, ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷമാണ് നമ്മൾ ഹെമികോഡേറ്റയെ വീണ്ടും പ്രോ കോഡേറ്റ്സ്, അതായത് നോൺ കോഡേറ്റ്സിലേക്ക് വീണ്ടും ചേർത്തത്. അതുകൊണ്ടാണ് ഫൈലം ഹെമികോഡേറ്റ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെമികോഡേറ്റ. So hemicodata was earlier considered as a subphylum under the phylum Chordata. Same as I told you. Hemicodata was earlier considered as subphylum under the phylum Chordata. But now it is placed as a separate phylum in the, under non-chordates. And hemichordates have a rudimentary structure. Hemichordates have a rudimentary structure in the collar region called stomachode. Orthocholu stomachode. A structure similar to notochord. ഓർത്ത് ശരിക്കും ലൈക്ക് ഇത് നമ്മൾ സൈഡിൽ എഴുതി വെക്കേണ്ട പോയിന്റാണ്. സ്റ്റോമോക്കോഡ്. സ്റ്റോമോക്കോഡ്. ഹെമികോഡേറ്റ്സ് അവർ റൂഡിമെൻ്ററി. വേർഡ്സ് മുമ്പേ റൂഡിമെൻ്ററി സ്ട്രക്ചർ. റൂഡിമെൻ്ററി സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഏർലിയർ നമ്മൾ എവല്യൂഷൻ വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ ആൻസസ്റ്റേഴ്സിനെല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് ദ അന്ന് ഇതിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഇറ്റ് വാസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. ബട്ട് ആഫ്റ്റർവേർഡ്സ് ആഫ്റ്റർ എവല്യൂഷണറി പ്രോസസ്സ് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് വെരി റൂഡിമെൻ്ററി ഫോർ അസ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം സം ഓഫ് ദ പീപ്പിൾ, നമുക്ക് ലൈക്ക് എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. സം ഓഫ് ദ ലൈക്ക് ഹ്യൂമൻ ഇറ്റ് സെൽഫ് ചെവി അനക്കാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം പൂച്ച അതുപോലെ ലൈക്ക് ഡോഗ്സ്, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ദേ ക്യാൻ മൂവ് ദെയർ ഇയേഴ്സ്, അല്ലേ? അവർക്ക് ചെവി ആട്ടി കളിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ സം മാമൽസ് ലൈക്ക് എലിഫൻറ്റിനെല്ലാം അതിൻ്റെ ചെവി ഇങ്ങനെ ആട്ടി കളിക്കാൻ പറ്റും. ഹ്യൂമൻസിന് ആട്ടി കളിക്കാൻ പറ്റില്ല. മെയിൻ അതിൻ്റെ ആവശ്യം എന്താ? ഫോർ തെർമോ റെഗുലേഷൻ. അതുപോലെ സൗണ്ട് ഏത് ഡയറക്ഷനിൽ വരുന്നതെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തിരിക്കാൻ പറ്റും. ഓക്കെ, ബട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ആൻസസ്റ്റേഴ്സാണ് ശരിക്കും ലൈക്ക് എലിഫൻറ്റ്, അതുപോലെ ഒരു കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടാവും. ആൻസസ്റ്റേഴ്സ് ഫോർ എവറിത്തിങ്. പൂച്ചയായാലും ഡോഗായാലും നമ്മളായാലും എല്ലാവർക്കും ഒരു കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ആൻസസ്റ്ററിന് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഓൺ ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് എത്തിയപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. സോ നമുക്ക് എല്ലാവർക്കും പറ്റില്ല, ബട്ട് ചിലവർക്ക് പറ്റും. ആ ദാറ്റ് ആക്ഷൻ ഉണ്ടല്ലോ, അതായത് ദ മൂവ്മെൻറ്റ് ഓഫ് ഇയർ ലോബ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ആക്ഷൻ ഇസ് കോൾഡ് ദ റൂഡിമെൻ്ററി ആക്ഷൻ. ആൻഡ് റൂഡിമെൻ്ററി ആക്ഷന് പുറമെ റൂഡിമെൻ്ററി ഓർഗൻസ് ആർ ഓൾസോ പ്രസൻറ്റ്. സോ ഇതൊക്കെയാണ് റൂഡിമെൻ്ററി ഓർഗൻസ്. സോ ഹിയർ ദ ഹെമികോഡേറ്റ്സ് ഹാവ് എ റൂഡിമെൻ്ററി സ്ട്രക്ചർ ഇൻ ദ കോളർ റീജിയൻ കോൾഡ് സ്റ്റോമാക്കോഡ്, എ സ്ട്രക്ചർ സിമിലർ ടു ദ നോട്ടോകോഡ്. ഓക്കെ, നൗ ദിസ് ഫൈലം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ്. ഇവിടെയും എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഹെമികോഡേറ്റ അല്ല, എക്കിനോഡെർമേറ്റ വാസ് ഓൾസോ എക്സ്ക്ലൂസീവ്ലി മറൈൻ. എന്നാൽ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആരാ? Mollusca, it's not marine. It was just aquatic. Aquatic means it contains both what terrestrial and terrestrial അല്ല. Aquatic പറയുമ്പോൾ it contains both marine forms ഉണ്ട്, അതുപോലെ ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മറൈൻ. കടൽ വെള്ളത്തിൽ മാത്രമേ, അതായത് ഉപ്പ് വെള്ളത്തിൽ മാത്രമേ നമുക്ക് ഹെമികോഡേറ്റയും അതുപോലെ എക്കിനോഡെർമേറ്റയും നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ they are exclusively marine organism with organ system level of organization. അത് ഞാൻ പറഞ്ഞു, ഓർഗൻ സിസ്റ്റം നമ്മൾ കുറച്ച് ഫൈലം മുന്നേ തുടങ്ങിയതാണ്. അവിടെ മുതൽ എല്ലാം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം എല്ലാം ഓർഗൻ സിസ്റ്റം തള്ളിവിടുക. ഓക്കെ, എന്ത് ചോദിച്ചാലും ഓർഗൻ സിസ്റ്റം. നെക്സ്റ്റ്, ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. സെയിം കേസ് ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ആനിമൽസ്. ഞാൻ പറഞ്ഞു ഈ 4 പോയിന്റ്സ്: ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ്സ്. ഈ 4 പോയിന്റ്സ് എന്തായാലും ഒരുപോലെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തൊരു കേസ്, വെരി ഇമ്പോർട്ടൻറ്റ് കേസ്. ഓക്കെ, ഈ ഫയലിനകത്ത് ഹെമികോഡറ്റ ഇറ്റ്സ് എ വെരി ഈസി തിങ്. ആകെ 2-3 ടോപ്പിക്സേ പഠിക്കാനുള്ളൂ, ലൈക്ക് 2-3 പോയിന്റ്സേ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ എന്താ? ദ റൂഡിമെൻ്ററി സ്ട്രക്ചർ സ്റ്റോമോകോഡ്. സെക്കൻഡ് വൺ ഇസ് ദ സിലിണ്ടർ. ദ ബോഡി ഇസ് എ സിലിണ്ടർ ആൻഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് പ്രൊബോസിസ്, ആൻറ്റീരിയർ പ്രൊബോസിസ്, കോളർ ആൻഡ് ലോങ് ട്രങ്ക്. ഇത് ഫിഗർ നോക്കിയാൽ മതി. നോക്കൂ, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്.
ഈ 3 സ്ട്രക്ചറാണ് എന്തിനകത്തുള്ളത്? ഹെമികോഡേറ്റ് അകത്തുള്ളത്. ഓക്കെ, പ്രൊബോസിസ് ഇതിവിടെ ബാലനോഗ്ലോസസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾസോ എക്സാമ്പിൾ ഓഫ് ഹെമികോഡേറ്റ. ഈ ഹെമികോഡേറ്റയ്ക്കുള്ള ഒരു പാർട്ട് നമ്മൾ നേരത്തെ ഇൻസെക്റ്റിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹെഡ്, ട്രങ്ക്, അബ്ഡമൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഹെഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ വി ആർ യൂസിങ് proboscis, cola and trunk. Proboscis, cola and trunk are the segmentations of hemichordata. Next, circulatory system is of open type. Closed അല്ല, open type. ഇവിടെ circulatory സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. ബിക്കോസ് ദർ ഇസ് എ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഹിയർ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ടായതുകൊണ്ട് അവിടെ വി കാൺ സേ അബൌട്ട് ദ ക്ലോസ് സർക്കുലേഷൻ ഓർ ഇഫ് ഇറ്റ്സ് എ ഓപ്പൺ സർക്കുലേഷൻ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. സോ വി ജസ്റ്റ് ടോൾഡ് ഇറ്റ് ആസ് എ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് വി ക്യാൻ സേ there are no blood vessels present in hemichordata. So all the organs inside the hemichordata body are bathed in blood. Okay, blood അല്ലെങ്കിൽ അതിൻ്റെ body fluid. Okay, so body fluid, the circulatory system is of open type. Now respiration takes place through gills ഉണ്ട്. കോളൻ ചുറ്റും ഇവിടെ gills ഉണ്ട്. ഓക്കെ, ഫിഗറിൽ കൊടുത്തിട്ടില്ല, ബട്ട് ദർ ആർ gills present in it. Gills are the respiratory organs. Then excretory organ, another important thing. Excretory organ is the proboscis gland. Proboscis ഉണ്ട്, ബട്ട് ഇവിടെയല്ല ഗ്ലാൻഡ് ഉണ്ടാവും, ഒരു നിർബന്ധമില്ല. എക്സ്ക്രീറ്ററി proboscis, ഇത് ഞാൻ സൈഡിൽ എഴുതി വെക്കുന്നു ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. proboscis gland for excretion. Then നമ്മൾ അടുത്ത നോർമൽ തിങ്സ്, അതായത് സെക്സസ് ആർ സെപ്പറേറ്റ്, അതുകൂടി എഴുതിയേക്കാം. സെക്സ് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ external. Fertilization is external and development is indirect. Okay, sexes are separate, fertilization external and development indirect. ഇനി എന്താ പറയണ്ടേ? ഇതിൻ്റെ എക്സാമ്പിൾ കൂടി പറയാം. ബാലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ്, റൈമിംഗ് റോൺസ് റൈറ്റ്. ബാലനോഗ്ലോസസ്, സാക്കോഗ്ലോസസ്, ഇത്രയും പറഞ്ഞാൽ നമ്മുടെ ഈ ഫൈലം ഹെമികോഡേറ്റ ഇറ്റ്സ് ഓവർ. Okay, so hemichordata was earlier considered as a subphylum under the phylum Chordata. Now it is placed as a separate phylum under non-Chordata. Then hemichordates have a rudimentary structure in the collar region called stomochord, which is a structure similar to the notochord. ഇത് ആദ്യം നമ്മൾ സ്റ്റോമോക്കറിനെ കണ്ട് ആദ്യം നമ്മൾ നോട്ടോക്കാർഡെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് ഇതിന് ആദ്യം എന്ത് ചെയ്തത്? നമ്മൾ കോഡേസിൻ്റെ കീഴിൽ ക്ലാസിഫൈ ചെയ്തത്. ബട്ട് ലേറ്റർ ഓൺ ആഫ്റ്റർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് സ്റ്റഡീസ് ആൻഡ് ഓൾ അതർ ലൈക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി ഇറ്റ് വാസ് ജസ്റ്റ് എ റൂഡിമെൻ്ററി ഓർഗൻ കോൾഡ് സ്റ്റോമോക്കോഡ്. സ്റ്റോമോക്കോഡിൽ ഒരു റൂഡിമെൻ്ററി ഓർഗനുള്ള ആൾ നമ്മൾ പിടിച്ച് എന്തിനാ വെറുതെ കോഡേറ്റിനകത്ത് കയറ്റി വെക്കുന്നത്? എന്തിനാ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? എന്തിനാ നമ്മൾ അതിനെ പിടിച്ച് തിരിച്ച് നോട്ടോക്കോഡ് അല്ല നോൺ കോഡേറ്റ്സിൽ കൊണ്ടുപോയി ഇട്ടു. ബൈ ആ റൂഡിമെൻ്ററി ഓർഗൻ നമ്മൾ സ്റ്റോമോക്കോഡ് എന്ന് പേര് വിളിച്ചു. Then this phylum consists of a small group of worm-like marine animals with organ system level of organization. Then bilaterally symmetrical and then triploblastic and also they are coelomate animals. And the body is cylindrical, composed of what? Proboscis, collar and trunk. And the circulatory system is of open type. Respiration takes place through gills. Respiration through gills and excretion through the proboscis gland. It's also very important. Proboscis gland. And the sexes are separate. Fertilization external, development is indirect. The examples are balanoglossus and sacoglossus. Okay, balanoglossus and sacoglossus. So these are the examples. And that's phylum Hemichordata. Okay, so that's the end of non-chordates. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും കാലം ലൈക്ക് ഇന്നലെ തുടങ്ങി നമ്മൾ ഇപ്പോൾ വി ജസ്റ്റ് ഫിനിഷ്ഡ് നോൺ കോഡേറ്റ്സ്. ഇത്രയധികം പറഞ്ഞതിന് വെച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ, കാണാൻ ആളില്ലല്ലോ. പറയൂ, നോൺ കോഡേറ്റ്സിൽ നിങ്ങൾ വെച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. Any doubts? Najah, Lahal, anyone? Rizin?
Anyone in the response to you? Anything? Now we take a short break, okay? ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നു. വിൽ റീസ്റ്റാർട്ട് വിത്ത് ദ കോഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ നോൺ കോഡേറ്റ്സ് എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നജ, ലഹൽ, റിസിൻ, എനിവൺ? I guess no doubts then. Then we'll continue our class at 3:50. Okay? Okay, goodbye then. We're just pausing it.
Okay, so let's start. So we just finished phylum, all the phylums under non-chordata. Now we'll start with phylum chordata. So animals belonging to phylum chordata are fundamentally characterized by the presence of a notochord. A notochord, a dorsal hollow nerve cord is there. Dorsal hollow nerve cord and paired pharyngeal gill slits. Okay, these are the three most typical features of presence of chordata. Chordata most typical three features are either notochord, a dorsal hollow nerve cord, and a paired pharyngeal gill slits. Hollow nerve cord. These are bilaterally symmetrical, triploblastic, coelomate with organizational level of organization. Okay, this മൂന്നെണ്ണം we have to here the chordate characteristics നിങ്ങൾ കാണുന്നില്ലേ ഈ ഫിഗർ ഇവിടെ കാണാം. nerve cord, notochord, gill slit, post anal part. ഇതൊക്കെയാണ് ഈ 4 ആണ് the most typical chordates. Chordate features എന്ന് വെച്ചാൽ. Next one. Phylum chordata is divided into 3 subphyla. 3 subphyla ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? Urochordata or tunicata, cephalochordata and vertebrata. So chordata, ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഫിഗർ. Here, look at this. Vertebrata, ഇതിന് തൊട്ട് മുമ്പ് പറയാം. So chordata. Chordata എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തു? Into 3 subphyla. Urochordata, cephalochordata, and vertebrata. Urochordata, cephalochordata, and vertebrata. Okay. Now, subphyla Urochordata and cephalochordata are referred to as protochordates. These together collectively are called protochordates. Protochordates and are exclusively marine. They are exclusively marine. In Urochordate, the notochord is present only in larval tail. Very important. എപ്പോഴാണ് യൂറോകോഡേറ്റിനെ നമ്മൾ എന്തുകൊണ്ടാണ് യൂറോകോഡേറ്റിനെ കോഡേറ്റ്സിൻ്റെ അടിയിൽ ക്ലാസിഫൈ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഇറ്റ് ഇസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ ലാർവ ടെയിൽ വൈൽ ഇൻ സെഫാലോകോഡേറ്റ് ഇറ്റ്സ് പ്രസൻറ്റ് ഫ്രം ദ ഹെഡ് ടു ടെയിൽ ഫുൾ ആയിട്ട് ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഇത് രണ്ടിനും ഒറ്റ സിംഗിൾ പോയിന്റ് മാത്രമേ എൻ സി ആർ ടിക്കകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദർ എക്സാമ്പിൾസ് ഓൾസോ. സോ യൂറോ കോഡേറ്റിനകത്ത് കോഡേറ്റ് കാണുന്നത് എപ്പോഴാണ് നോട്ടോകോഡ് കാണുന്നത് ഓൺലി ഇൻ ഓൺലി ഇൻ ദ ലാർവൽ ടെയിലിനകത്ത് മാത്രമാണ് എന്ത് യൂറോ കോഡേറ്റ്സിൽ നമ്മൾ നോട്ടോകോഡ് കാണുന്നത്. ദെൻ ഇൻ സെഫാലോകോഡേറ്റ് ദ കോഡേറ്റ്സ് ഓർ ദ നോട്ടോകോഡ് ഇസ് പ്രസൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് ഫ്രം ഹെഡ് ടു ടെയിൽ. അതാണ് സെഫാലോകോഡേറ്റും യൂറോകോഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് എക്സാമ്പിൾ ഫോർ യൂറോകോഡേറ്റ് ഇസ് ദാറ്റ് അസീഡിയ ആൻഡ് സാൽപ്പ. Acidia and salpa are the example of Urochordata. And Doliolum. ഇങ്ങനെ 3 എക്സാമ്പിൾ. ASD ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. അതായത് ASD. ASD. Acidia, salpa and Doliolum. What about Cephalochordata? Cephalochordata, it is branchiostoma or amphioxus or lancelet. എല്ലാ എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ്. ഓക്കെ, യു ക്യാൻ ഫോളോ ഇറ്റ് റൈറ്റ്. സോ ഏതൊക്കെ പറഞ്ഞു? യൂറോകോഡേറ്റ പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? സെഫാലോകോഡേറ്റ്സ് പറഞ്ഞു. യൂറോകോഡേറ്റ്സ് ആൻഡ് സെഫാലോകോഡേറ്റ്സ് ദീസ് ആർ കോമൺലി റെഫർ ടു ആസ് പ്രോട്ടോകോഡേറ്റ്സ് എന്ന് പറഞ്ഞു. ആൻഡ് യൂറോകോഡേറ്റക്കകത്ത് വൈ ഇസ് ഇറ്റ് പ്ലേസ്ഡ് അണ്ടർ കോഡേറ്റ? ബിക്കോസ് ദ നോട്ടോകോഡ് ഇസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് ലാർവൽ ടെയിലിൽ മാത്രം യൂറോകോഡേറ്റ്സ് നമ്മൾ കാണും. യൂറോകോഡ് നമ്മൾ കാണുന്നു ഇൻ യൂറോകോഡേറ്റ്സ്. വാട്ട് അബൌട്ട് ഇൻ സെഫാലോകോഡേറ്റ്സ്? സെഫാലോകോഡേറ്റ്സിനകത്ത് ദ notochord is present from head to tail throughout their life. Okay, and the examples Urochordata, Acidia, Salpa, Doliolum. Acidia, Salpa, Doliolum are the examples of Urochordata. Next, cephalochordates, branchiostoma, amphioxus or lancelet. ഇതൊക്കെയാണ് സെഫാലോകോഡേറ്റകത്ത് പറയുന്നത്. നെക്സ്റ്റ്, ദ മെമ്പേഴ്സ് ഓഫ് സബ്ഫൈല വെർട്ടബ്രേറ്റ. ഇവിടെ നമ്മൾ പറഞ്ഞു വെർട്ടബ്രേറ്റ ഹിയർ റൈറ്റ്. വെർട്ടബ്രേറ്റകത്ത് they possess notochord during the embryonic development. Embryonic development ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു സ്ട്രക്ചർ, ഒരു ഇങ്ങനെ സ്ട്രക്ചർ, അതിലിവിടെ ലൈക്ക് വെർട്ടബ്രയുടെ ഇനീഷ്യലായിട്ട് ഇവിടെ ഐ സോക്കറ്റ് ഉണ്ടാവും, ഇവിടെ ലെഗ് ബഡ് ആൻഡ് ഇവിടെ ടെയിൽ പോലെ. ഓക്കെ, ഇതാണ് എന്ത്? നോട്ടോകോഡ് പ്രസൻറ്റ്. ആൻഡ് ദിസ് നോട്ടോകോഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ എ cartilaginous or bony vertebral column in the adult. Notochord is replaced by cartilaginous or bony vertebral column in the adult. സ്ഥിരമായിട്ട് എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റിന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. നോട്ടോകോഡ് ഇസ് റീപ്ലേസ്ഡ് ബൈ എ cartilaginous or bony vertebral column in the adult.
This all vertebrates are chordates. These are all very important questions, okay? All vertebrates are chordates, but all chordates are not vertebrates. Besides basic chordate characters, vertebrates have a ventral muscular heart with 2, 3 or 4 chambers. And regulation, excretion and osmoregulation നമ്മൾ യൂസ് ചെയ്യുന്നു. Kidneys are used for osmoregulation and paired appendages which may be fins or limbs. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് കോഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് കോഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇത്രയധികം പറഞ്ഞു. Now, phylum Chordata is defined to 3 subphyla: Urochordata, Tunicodata, and Cephalochordata vertebrata. Subphyla Urochordata and Cephalochordata are often referred to as protochordates and are exclusively marine. The Urochordata, the notochord is replaced only in larval tail, present only in larval tail, which is Cephalochordata. Cephalochordata എങ്ങനെയായിരുന്നു? It is present from head to tail and is persistent throughout their life. ഇനി വേർട്ടബ്രേറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞു, വേർട്ടബ്രേറ്റിൻ്റെ കേസിൽ നമ്മൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനകത്ത് ലൈക്ക് ഇൻ ദ ഫീറ്റൽ പോർഷനിൽ നമുക്ക് ഒരു ചെറിയൊരു ഭാഗം, ഒരു ചെറിയൊരു കാലഘട്ടത്തേക്ക് മാത്രമാണ് നോട്ടോകോഡ് എന്ത് പറയുന്നത്, ലൈക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ലേറ്റർ ഓൺ ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടബിൾ കോളം ഇൻ അഡൾട്ട്സ്. ദസ് ഓൾ വെർട്ടബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടബ്രേറ്റ്സ്. ഓക്കെ, എല്ലാ വെർട്ടബ്രേക്കും കോഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടബ്രേ വന്നിട്ടില്ല. സോ ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടബ്രേറ്റ്സ്, ബട്ട് ഓൾ വെർട്ടബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. And examples were Urochordata, Acidia, Salpa, Doliola. And Cephalochordate example, Branchiostoma, then Amphioxus or Lancelet. So, the subphyla vertebrates further divided. In vertebrated division. ഇതും കൂടി പറയുന്നത് കൂടെ നമ്മുടെ ഈ ചാപ്റ്റർ ഇറ്റ്സ് ഗോണ എൻഡ്. ഓക്കെ, എൻഡ് ഫോർ ഗുഡ്. So the vertebrata, the division. What are the divisions? Agnatha lacks jaw, and Gnathostomata bears jaw. Jaw ഉള്ളത്, jaw ഇല്ലാത്തത്. So Agnatha lacks jaw, class Cyclostomata. ഇതിൽ നമ്മൾ എന്ത് പറയും? Class Cyclostomata. All living organisms, all living members of class Cyclostomata are ectoparasites on some fishes. Very important, these are ectoparasites on some fishes. They have an elongated body bearing 6 to 15 pairs of gill slits. Number important ആണ്, 6 to 15 pairs of gill slit. For gill slit എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It is used for what? It is used for respiration. Respirationന് വേണ്ടി യൂസ് ചെയ്യുന്നു. Next, cyclostomes have a sucking and a circular mouth without jaws. What type of mouth does Cyclostomata have? They have sucking and circular mouth without jaws. Their body is devoid of scales and paired fins. Scales illa, paired fins illa. The cranium and vertebral column are cartilaginous. നമുക്കറിയാം നമ്മളിലൊക്കെ ഫുൾ ബോണിയാണ്, ബട്ട് ഹിയർ ഇറ്റ് ഇസ് കാർട്ടിലേജിനസ്. സോ ഇത് ഓർത്ത് വെച്ചോളൂ, കാരണം ഇനി കാർട്ടിലേജിനസ് ഫിഷ് വരുന്നുണ്ട്, അവിടെ ഇതുപോലെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. സോ ക്രേനിയം ആൻഡ് വെർട്ടബിൾ കോളം ആർ കാർട്ടിലേജിനസ്. സർക്കുലേഷൻ ഇസ് ഓഫ് ക്ലോസ് ടൈപ്പ്. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ, സർക്കുലേഷൻ ക്ലോസ് ടൈപ്പ് ആണ്. Cyclostomes are marine but migrate for spawning to fresh water. After spawning, within a few days they die. Their larvae after metamorphosis return to the ocean. അതായത് നമ്മൾക്കറിയാം സൈക്ലോസ്റ്റോംസ് എവിടെ ഉള്ളത്? മറൈനിൽ ഏതെങ്കിലും ഫിഷിന് മുകളിൽ എക്ടോ പാരസൈറ്റ് ആയിട്ട് ജീവിച്ച് വരുന്നതാണ്. ഈ മറൈൻ ഫിഷ് എന്ത് ചെയ്യുന്നു? ഇഫ് ഇറ്റ്സ് ടൈം ടു റീപ്രൊഡ്യൂസ് ചെയ്യാൻ ടൈം ആയാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേ മൂവിങ് ടു ഫ്രഷ് വാട്ടർ എന്ന് അറിയാമല്ലോ, അതായത് പുഴ അല്ലെങ്കിൽ വലിയ സ്ട്രീം. ഈ സ്ട്രീമിലൊക്കെ തിരിച്ച് എന്ത് ചെയ്യുന്നു? നീന്തുന്നു. ഓക്കെ, സ്ട്രീമിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, ഫ്ലോക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ലൈക്ക് ഒഴുക്കിന് എതിരായി നീന്തിയിട്ട് ദേ റീച്ച് ഇൻ ഫ്രഷ് വാട്ടർ ബോഡിയിൽ എത്തിയിട്ട് അവിടുന്ന് അത് എന്ത് ചെയ്യുന്നു? ദേ പ്രൊഡ്യൂസ് എഗ്സ് ആൻഡ് ദേ പ്രൊഡ്യൂസ് ദ ബേബീസ് ലൈക്ക് ദ ഓഫ് സ്പ്രിങ്സ്. അതിനുശേഷം അത് അവിടെ മരിക്കുന്നു. എന്നിട്ട് ഓഫ് സ്പ്രിങ് ആണ് തിരിച്ച് കടലിലേക്ക് വിത്ത് ദ ഫ്ലോ ഓഫ് ദ സ്ട്രീം അങ്ങനെ തിരിച്ചു വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ക്ലാസ് Cyclostomata. The examples are Petromyzon, lamprey and myxine hagfish. So class Cyclostomata. All living members of the class Cyclostomata are ectoparasite on some fishes. They have an elongated body bearing 6 to 15 gill slits, and the cyclostome have a sucking and circular mouth without jaws. And they are devoid of scales and paired fins. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. Devoid of scales and paired fins. The cranium and vertebral column are cartilaginous. The circulation is of close type. Cyclostomes are marine but migrate to fresh water for spawning. And after spawning, within a few days, they die. Their larvae, after metamorphosis, return to the ocean. Examples are Petromyzon lamprey and myxine hagfish.
Petromyzon lamprey and mixin hagfish. Next one, class Chondrichthyes. Okay, first one class in the Cyclostomata. Next class Piscus in Chondrichthyes and Osteichthyes. Piscus in Chondrichthyes and Osteichthyes. So, Chondrichthyes. Parnolu. But okay. Class Chondrichthyes. They are marine animals. I'm sorry. Okay, marine animals have streamlined body. Marine animals and they have a streamlined body. What is streamlined body? അതായത് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര എന്തായിരിക്കും, ഷാർപ്പായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഇറ്റ് വുഡ് ബി ഷാർപ്പ് ആൻഡ് ദ മിഡ് ബോഡി വുഡ് ബി ലാർജ് ആൻഡ് ടുവേർഡ്സ് ദ tail it would be again slim and tail would be like a flatter. That's what we call a streamline shape. Okay, ഇങ്ങനെ ഒരു ഷേപ്പ് വരും. This is the streamline shape. കണ്ടോ, starting it is narrow and middle it is large. And next, mouth is located ventrally. Ventrally located mouth. Ventrally located mouth. Notochord is persistent throughout the life. Notochord is present. Okay, notochord is present in the vertebral life. Gill slits are separate and without operculum. Okay, operculum is the covering. A gill cover nanu nammal operculum ennu parayam. The skin is tough, containing minute placoid scales. Okay. ഇതെല്ലാം ഓർത്തോളൂ, കാരണം അടുത്ത് വരുന്നു ഓസ്റ്റിത്തിസ് വരുമ്പോൾ ഇതെല്ലാം കമ്പയർ ചെയ്യുന്ന നമ്മൾ പഠിക്കേണ്ടതാണ്. ഹിയർ ഇറ്റ് ഇസ് പ്ലാക്വേർഡ് സ്കെയിൽസ്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലാക്വേർഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഓക്കെ, ടീത്ത് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിനകത്ത് പെട്ടുപോയാൽ പിന്നെ ഒരു തിരിച്ചു വരവ് അതില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ്. ബാക്ക്വേർഡ് ഡയറക്റ്റഡ്. ദ ജോയ്സ് ആർ വെരി പവർഫുൾ. ദീസ് ആനിമൽസ് ആർ predaceous, highly predaceous animal. Due to absence of air bladder, they have to swim constantly to avoid sinking. അതിനർത്ഥം എന്തായിരിക്കും, മറ്റു ഭാഗത്ത് അതായത് ഓസ്റ്റിയോത്തിക്സിൽ there would be an air bladder and they won't need to swim constantly. Here they need to swim constantly or they would sink down. Heart is two-chambered heart ആണ്, one auricle and one ventricle. Some of them have electric organs. ഏതൊക്കെയാ, which is the electric organ? എല്ലാം നോക്കിക്കോളൂ. ടോർപിഡോ, poison sting ഉണ്ട്, ഏതാ, ട്രിഗോൺ, and they are poikilothermous animals. They lack the capacity to regulate the body temperature. Body temperature regulate ചെയ്യാനുള്ള capacity they don't have it. Okay, and sexes are separate. ഇതെല്ലാം സൈഡിലേക്ക് വെക്കാം. Sexes separate and pelvic fins bear claspers. Clasper, important thing, another important thing. Clasper, they have internal fertilization internal, and many of them are viviparous. ഇവർ മുട്ടയിട്ട് ജീവിക്കുകയല്ല ചെയ്യുക. they give birth. Okay, they undergo labor. Okay, examples are Scoliodon, dogfish, അതായത് നമ്മുടെ സ്വന്തം സ്രാവ്, ഷാർക്ക്. Scoliodon, dogfish. Pristis, sawfish. Carcharodon, great white shark, and Trigon, stingray. ഇതെല്ലാം എന്താണ്? These are all the class. These all consist of the class Chondrichthyes. Okay, these are Chondrichthyes. Now, they are marine animals with streamlined body and have cartilaginous endoskeleton. Mouth is located ventrally located mouth ആണ്, and notochord is persistent throughout the life. Gill slits are separate and without the operculum. Operculum എന്ന് വെച്ചാൽ what? The gill cover. Gill cover is not present there. And the skin is tough, containing minute placoid scales. Teeth are modified placoid scales which are inwardly directed. Okay, and these animals are predaceous. Due to absence of air bladder, they have to swim constantly to avoid sinking. Constantly swim ചെയ്യണം. And heart is two-chambered. ഒരു auricle and ഒരു ventricle. Two-chambered, one auricle and one ventricle. Some of them have electric organs. Example, torpedo. And some possess poison sting. Poison sting ന്റെ പേരെന്താ? It's trigon. Torpedo contains electric organs and trigon contains poison sting. And some cold-blooded. They are cold-blooded animals. That means warm blood alla. They won't need to maintain the homeostasis on the maintained ആവശ്യമില്ല because they are cold-blooded. And they lack the capacity to regulate the body temperature. Sexes are separate. In males, pelvic fins bear claspers. And in the parnu, sexes are separate. Fertilization internal and viviparous. Examples are Scoliodon, dogfish. Pristis, sawfish.
ആൻഡ് കർക്കാർഡോൺ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആൻഡ് ട്രിഗൺ സ്റ്റിംഗ്രേ. ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രിക്തിസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് എന്താ ക്ലാസ് ഓസ്റ്റിക്തിസ്. ഈസി തിങ്, ജസ്റ്റ് കമ്പയർ വിത്ത് ദ കോൺട്രിക്തിസ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷ്. അവിടെ മറൈൻ മാത്രം, ഇവിടെ ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ, ബോണി എൻഡോസ്കെലിട്ടൺ. അവിടെ കാർട്ടിലേജസ് എൻഡോസ്കെലിട്ടൺ, ഇവിടെ ബോണി എൻഡോസ്കെലിട്ടൺ. ബോഡി സ്ട്രീം ലൈൻഡ്, അത് രണ്ട് കേസിലും പറയുന്നുണ്ട്. മൗത്ത് ഇസ് ടെർമിനൽ, അവിടെ ഇറ്റ് വാസ് വെൻട്രൽ, ഇവിടെ മൗത്ത് ഇസ് മോസ്റ്റ്ലി ടെർമിനൽ. ടെർമിനൽ മൗത്ത്, ഇവിടെ ടെർമിനൽ മൗത്ത്, അവിടെ വെൻട്രൽ മൗത്ത്. ആൻഡ് ദേ ഹാവ് 4 pairs of gills. 4 pairs of gills are present and covered by operculum on each side. Covered by operculum present, മറ്റൊരു operculum absent. ഇവിടെ operculum present. And skin is covered by cycloid or ctenoid scales. മറ്റൊരുത്ത് placoid scales. And here it is cycloid or ctenoid scales. Cycloid or ctenoid scales. And air bladder is present. അവിടെ absent, ഇവിടെ present. Air bladder is present. It's a great buoyancy. ഹാർട്ട് ഇസ് 2 ചേമ്പർഡ് തന്നെയാണ്. ഓൾ 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ ആണ്. ദെൻ കോൾ ബ്ലഡ് ആനിമൽസ് എന്ന് പറയുന്നുണ്ട്. സെക്സസ് സെപ്പറേറ്റ് എന്ന് പറയുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ ഇസ് യൂഷ്വലി എക്സ്റ്റേണൽ. അവിടെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ സെക്സസ് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഇസ് എക്സ്റ്റേണൽ. ആൻഡ് വാട്ട്, ആൻഡ് ഓവി പാരസ് ആയിരിക്കും. And development directive. And examples, marine ആകുമ്പോൾ it is exocetus, flying fish. Marine exocetus, hippocampus, seahorse. നോക്കൂ, exocetus, hippocampus, seahorse. ഫ്രഷ് വാട്ടർ ആണെങ്കിൽ ലേബിയോ രോഹു, കട്ല, ക്ലാരിസ് മഗൂർ. അക്വേറിയത്തിലാണെങ്കിൽ ബീറ്റ, ഫൈറ്റിംഗ് ഫിഷ്, ആൻഡ് ടീറോഫിലം, ഏഞ്ചൽ ഫിഷ്. ഓക്കെ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ, ലൈക്ക് മറൈൻ, ദെൻ ഫ്രഷ് വാട്ടർ ആൻഡ് അക്വേറിയം. മറൈൻ എന്ന് പറയുമ്പോൾ എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ്. ദെൻ ഹിപ്പോകാമ്പസ് ഇറ്റ് ഇസ് സീ ഹോഴ്സ്. ഓക്കെ, സീ ഹോഴ്സ്. ദാറ്റ് നെക്സ്റ്റ് ഫ്രഷ് വാട്ടർ നമ്മൾ എന്ത് പറഞ്ഞു, ഇറ്റ് ഇസ് ലേബിയോ രോഹു ആൻഡ് കട്ല തന്നെയാണ് ഇതിൻ്റെ പേര്. നെക്സ്റ്റ് വൺ ക്ലാരിസ് ഓർ മഗൂർ. ദെൻ അക്വേറിയത്തിൽ വളർത്തുന്ന ഫിഷ് അത് ഏതൊക്കെയാണ്, ബീറ്റ വിച്ച് ഇസ് ഫൈറ്റിംഗ് ഫിഷ്, ആൻഡ് ടീറോഫിലം, ഏഞ്ചൽ ഫിഷ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ക്ലാസ് ഓസ്റ്റിക്തിക്സ് ഫോർ യു. ഇത്രയേ ഉള്ളൂ ക്ലാസ് ഓസ്റ്റിക്തിക്സ്. സോ എന്താ നമുക്കൊന്നും പറഞ്ഞു നോക്കാം ക്ലാസ് ഓസ്റ്റിക്തിക്സ് എന്തൊക്കെയുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ വിത്ത് ബോണി എൻഡോസ്കെൽട്ടൺ. ദ ബോഡി is streamlined, mouth is mostly terminal, and they have 4 pairs of gills which are covered by an operculum on each side. Skin is covered by cycloid or ctenoid scales. Cycloid or ctenoid scales, മറ്റൊരുത്ത് placoid scales, ഇവിടെ cycloid ctenoid scales. നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കാം. ബോത്ത് മറൈൻ ഇവിടെ ബോത്ത് മറൈൻ ഫ്രഷ് വാട്ടർ, മറ്റൊരുത്ത് മറൈൻ മാത്രം. നെക്സ്റ്റ് ബോണി എൻഡോസ്കെലിട്ടൺ, കാർട്ടിലേജസ് എൻഡോസ്കെലിട്ടൺ. സ്ട്രീംലൈൻ ബോഡിൻ്റെ മൗത്ത് ഇസ് ടെർമിനൽ, ഇവിടെ വെൻട്രൽ മൗത്ത്. ആൻഡ് ലൈക്ക് ഓപ്പർക്കുലം പ്രസൻറ്റ് ഓർ ഗിൽ കവർ, ഓപ്പർക്കുലം ആബ്സെൻറ്റ്. ദെൻ ഹിയർ സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്, ഇവിടെ പ്ലാക്കോയിഡ് സ്കെയിൽസ്. ദെൻ എയർ ബ്ലാഡർ പ്രഷർ, എയർ ബ്ലാഡർ ആബ്സെൻറ്റ്. ഓക്കെ, ദെൻ സെക്സ് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ, ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ. ഇവിടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണൽ. ഒവി പാരസ്, വിവി പാരസ്. ഇവൻ ഇവിടെ ഡെവലപ്മെൻറ്റ് പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് മേ ബി ഇറ്റ് വുഡ് ബി ഡയറക്റ്റ്. എക്സാമ്പിൾസ് പറയും. എക്സാമ്പിൾസ് ഇവിടെ സ്കോളിയോഡൻ ഡോഗ് ഫിഷ്, അതുപോലെ ഹാഗ് ഫിഷ് ആൻഡ് പ്രിസ്റ്റസ് സോക്ക് ഫിഷ്, സ്റ്റിംഗ്രേ, കർക്കാർഡോൺ, ഇതെല്ലാം പറയുന്നുണ്ട്. ബട്ട് ഹിയർ ഇറ്റ് ഇസ് ഫ്ലൈയിങ് ഫിഷ്, എക്സോസീറ്റസ്, ഹിപ്പോകാമ്പസ്, ഫ്രഷ് വാട്ടർ ലേബിയോ, രോഹു, കട്ല, ക്ലാരിസ് മഗൂർ, അക്വേറിയം, ബീറ്റ ഫൈറ്റിംഗ് ഫിഷ്, ആൻഡ് ടീറോഫിലം, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ക്ലാസ് ഓസ്റ്റിക്തിക്സ് ഫോർ യു. എനി ഡൗട്ട്സ്? ആരും കേൾക്കുന്നുണ്ടോ? ഇല്ല. സോ ഇനി നമുക്ക് ആകെ പഠിക്കാനുള്ളത് 4 ക്ലാസ്സുകളാണ്. ഓക്കെ, ഇതും കൂടി ശ്രദ്ധിച്ചിരുന്നാൽ വി ക്യാൻ ഈസിലി ഫിനിഷ്. നൗ ദ ക്ലാസ് ആംഫീബിയ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആംഫി മീൻസ് ഡുവൽ, ബയോ മീൻസ് ലൈഫ്. ആംഫീബിയ 2 ടൈപ്പ് ലൈഫ്. ദാറ്റ് മീൻസ് ദേ ക്യാൻ ലിവ് ബോത്ത് ഇൻ water and land. So amphibians can live in aquatic as well as terrestrial habitats. Look at this. Amphibia, dual life, can live in aquatic as well as terrestrial habitats. Most of them have 2 pairs of limbs. 2 pair limbs ഉണ്ട്. Body is divisible into head and trunk. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഹെഡ് ആൻഡ് ട്രങ്ക്. ടെയിൽ മേ ബി പ്രസൻറ്റ് ഇൻ സം. കാരണം സാലമാൻഡർ നമുക്കൊരു ടെയിൽ കാണാൻ പറ്റും, ബട്ട് നോട്ട് ഇൻ ഫ്രോഗ്. സോ ടെയിൽ മേ ബി പ്രസൻറ്റ് ഇൻ സം.
Amphibian skin is moist without scale. The eyes have eyelids. Okay, ഇതെല്ലാം ഒരു സിംഗിൾ പോയിന്റ്സ് ആണ്. Amphibian skin is moist and eyes have eyelids. A tympanum represents ear. നമുക്ക് പിന്നെ ഉള്ളതുപോലെ ഇവിടെ ഉള്ളത് എന്താ? ടിംപാനമാണ്. Tympanum represents the ear. Tympanum represents ear. Alimentary canal, urinary and reproductive tracts open into a common chamber. The common chamber into which alimentary canal, urinary and reproductive tracts open into is called a cloaca. Common chamber called cloaca. Cloaca. Common chamber called cloaca, which opens to the exterior. Respiration is by gills, lungs and through skin. മൂന്ന് വഴിയുള്ളത് gills, lungs and skin. മൂന്ന് വഴി. The heart is 3 chambered. ഇവിടെ 3 chambered ആയി. Okay. ബാക്കിയുള്ളതെല്ലാം it was just 2 chambered, but here it is 3 chambered. They are cold-blooded animals just like that of the fishes or piscus. And sexes are separate. Fertilization is external and oviparous development is indirect. നമുക്കറിയാം tadpole കേസൊക്കെ അറിയില്ലേ. So tadpole ഉണ്ടായതുകൊണ്ട് the development is indirect. The tadpoles does not resemble the adult frog. So the development is indirect. So examples: buffo, toad; rana, frog; buffo toad, rana frog, hyla tree frog; salamander and ichthyophis is a limbless amphibian. അതുകൊണ്ട് അതൊരു പാമ്പിനെ പോലെ കാണും. ഓക്കെ, ഇക്തിയോഫിസ് ഇസ് എ limbless amphibia. So limbless amphibia ഏതാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, സ്ഥിരമായി ചോദിക്കാറുണ്ട്. So it is limbless amphibious ichthyophis. Okay, so amphibia ഒന്നുകൂടി നമുക്ക് പറയാം. Amphibia, as the name indicates, the amphibians can live in aquatic as well as terrestrial habitats. Most of them have 2 pairs of limbs. Body is divisible into head and trunk. Tail may be present in some. And the amphibian skin is moist without scale. The eyes have eyelids. A tympanum represents ear. Alimentary canal, urinary and reproductive tracts. ഏതൊക്കെ? alimentary canal, urinary and reproductive tracts open into a common chamber called cloaca, which opens into the exterior. Respiration is by gills, lungs and through skin. Gills, lungs and through skin. The heart is 3 chambered, 2 auricles and 1 ventricle. These are cold chambered animals. And sexes are separate. Fertilization is external. They are oviparous and development is indirect. Oviparous and development is indirect. Examples ഏതൊക്കെയാ? Buffo toad, rana frog, hyla tree frog, salamander and ichthyophis is the limbless amphibian. കഴിഞ്ഞു. That's class amphibia to you. Next one, class reptilia. The class name refers to the creeping or crawling. Repta means to creep or crawl. So it is reptilia എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാ? Creeping or crawling mode of locomotion. അതുകൊണ്ടാണ് it is called class reptilia. They are mostly terrestrial animals. നോക്കൂ, they are mostly terrestrial animals. And their body is covered by dry and conified skin. And ഇവിടെ എന്തൊക്കെയുണ്ട്? കുറച്ച് എക്സ്റ്റേണൽ സാധനങ്ങളുണ്ട്, എക്സ്ട്രാ സാധനങ്ങൾ. അതായത് ഏതൊക്കെയാണ്? നമുക്കിങ്ങനെ പറയാൻ പറ്റും. Dry and conified skin ഉണ്ട്, and epidermal scales or scutes are present. Scales and scutes are present in which organs വെച്ചാൽ നമുക്ക് പറയാം it is in reptiles. They do not have external ear openings. Okay, external openings ഇല്ല. മറ്റ് amphibia കേസ് പോലെ തന്നെ ഇവിടെ tympanum represents ear. Limbs present ആണെങ്കിൽ there will be 2 pairs. Snake limbs ഇല്ല, but ബാക്കി എല്ലാത്തിനും like lizard, crocodiles, chameleon, keelon, ഇതിനെല്ലാത്തിനും എന്തുണ്ട്? Limbs ഉണ്ട്. There will be in 2 pairs. 4 കാലുണ്ടാവും. ഓക്കെ, പാമ്പാണെങ്കിൽ ഉണ്ടാവില്ല. ഹാർട്ട് ഈസ് യൂഷ്വലി 3 chambered. ഓക്കെ, ഇവിടെയും 3 chambered ആണ്. Heart is 3 chambered, but crocodiles മാത്രം it is 4 chambered. 4 chambered in crocodiles. Reptiles are poikilotherms. Snakes and lizards shed their scales as skin cast. Here, shed their scales as skin cast. Sexes are separate. അത് ഇവിടെ സൈഡിൽ എഴുതിയേക്കാം. Okay, sexes are separate. Sexes are separate. And fertilization internal. They are oviparous and development is direct. Oviparous and development direct one. So examples are നോക്കൂ, എക്സാമ്പിൾസ് എടുക്കൂ. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരിക്കുക തന്നെ വേണം. ഓക്കെ, കാരണം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമ്മളിങ്ങനെ തന്നെ പഠിക്കണം. കീലോൺ ടേർട്ടിൽ, ടെസ്റ്റഡോർ ടോർട്ടോയ്സ്, കാമിലിയോൺ ട്രീ ലിസാർഡ്, കാലോട്ടസ് ഗാർഡൻ ലിസാർഡ്, ക്രൊക്കോഡിലസ് ക്രൊക്കോഡൈൽ, ആലിഗേറ്റർ തന്നെ, ദെൻ ഹെമിഡാക്ടലസ് വോൾ ലിസാർഡ്. നമ്മൾ ചുമല് കാണുന്ന വോൾ ലിസാർഡ് ഇസ് ഹെമിഡാക്ടലസ്. പോയിസണസ് സ്നേക്സ് ഏതൊക്കെ? നാജ കോബ്ര, ബാംഗറസ് ക്രൈറ്റ് ആൻഡ് വിറ്ററ വൈപ്പർ. Okay, these are the class reptilia. ഒന്നുകൂടി പറയാം. The class name refers to the creeping or crawling mode of locomotion. Okay, അത് എന്ത് ചെയ്യുന്നു? Creeping or crawling ചെയ്യുന്നു.
and they are mostly terrestrial animals. എല്ലാം almost like terrestrial animals തന്നെയാണ്. And their body is covered by dry or conified skin, and it consists of scales and scutes present. They do not have external ear opening, but tympan is present, which represents the ear. Limbs when present are two pairs. Heart is usually three-chambered. Heart three-chambered but four-chambered in crocodiles. Crocodiles it is four-chambered. And reptiles are poikilotherms. Snakes and lizards shed their scales as skin cast. പിന്നെ അറിയാം സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇൻ്റേണൽ, രണ്ട് നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ എക്സാമ്പിൾസ് കീലോൺ ടേർട്ടിൽ. ഓക്കെ, കീലോൺ ടേർട്ടിൽ, ടെസ്റ്റുഡോ ടോർട്ടോയിസ്, chameleon tree lizard, Calotus garden lizard, Crocodylus crocodile, alligator, then Hemidactylus. Okay, ഞാൻ ഇതിങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം പഠിക്കാനുള്ളതാണ്. ഓക്കെ, യു ഷുഡ് എംഫസൈസ് ഓൺ ഓൾ ഓഫ് ദീസ്. Hemidactylus, bald lizard, then poisonous snake, Naja cobra, Bengal crate and Vipera viper. Okay, ഇതെല്ലാം നോക്കണം. So these are this is class reptilia. Next, our second last class aves. Aves എന്ന് വെച്ചാൽ എന്താ? Birds, right? So characteristic feature of aves birds are the presence of feathers, and most of them can fly except flightless birds, example ostrich. എല്ലാവർക്കും എന്തുണ്ട്? ഫെദേഴ്സ് ഉണ്ട്. ഫെദേഴ്സ് ഇല്ലാത്തതുണ്ട്, ബട്ട് ഫെദേഴ്സ് ഉണ്ട്. ഫെദേഴ്സ് ഉള്ള ആൻഡ് ദേ ആർ most of them can fly except flightless birds. They possess beak and forelimbs are modified into wings. This is important. Forelimbs are modified into wings. Okay, and the hind limbs generally have scales and are modified for walking, swimming, or clasping the tree branches. Hind legs എന്തിനാണ് modify ചെയ്തിട്ടുള്ളത്? For walking, swimming, or clasping. Forelimbs are modified for into wings for flying. And skin is dry without glands. നോക്കണം, skin dry ആണ്. ഏതെങ്കിലും പക്ഷി വിയർക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? No, skin is dry without glands except the oil gland at the base of the tail. ബേസ് ഓഫ് ദ ടൈലിൽ ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മോർ സ്മൂത്തൻ ചെയ്യാണ്, ഇതിൻ്റെ ഫെദറൊക്കെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഗ്ലാൻഡ് ഉള്ളത്. ദാറ്റ് ടു പ്രസൻറ്റ് ദ ബേസ് ഓഫ് ദ ടൈൽ. ദ എൻഡോസ്കെലറ്റൻ ഇസ് ഫുള്ളി ഓസിഫൈഡ്. ഓക്കെ, ബാക്കിയുള്ള നമ്മൾ കാർട്ടിലേജൻസ് ആയിരുന്നു പറഞ്ഞിട്ടായിരുന്നത്, ബട്ട് ഹിയർ ഇറ്റ് ഇസ് ഫുള്ളി ഓസിഫൈഡ്. എൻഡോസ്കെലറ്റൻ ഇസ് ഫുള്ളി ഓസിഫൈഡ് bony, and the long bones are hollow with air cavities. Pneumatic bones are present in which phylum ചോദിക്കാറുണ്ട്, which class? It's present in aves. ബേർഡ്സിലാണ് ന്യൂമാറ്റിക് ബോൺസ് ഉള്ളത്. Digestive system of birds has additional chambers, the crop and gizzard. Heart is completely four chamber heart ആണ്. തൊട്ടുമ്പോൾ പറഞ്ഞ 3 chamber heart ആയിരുന്നു, exception in case of crocodile. So in bird the heart is completely four chamber. They are warm blooded, homeotherms. ഇത് രണ്ടുമാണ് warm blooded. അതായത് aves and mammals are the only warm blooded animals. So they are warm blooded, that is they are able to maintain a constant temperature. Respiration എങ്ങനെയാണ്? By lungs. Air sacs connected to the lungs supplement respiration. ലങ്സിന് അടുത്തുള്ള എല്ലാം എയർ സാക്സ് ഉള്ളത്. എയർ സാക്സ് സപ്ലിമെൻറ്റ് റെസ്പിറേഷൻ. ആൻഡ് സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ, ആൻഡ് oviparous development is direct. Okay, so sexes separated. Sexes are separate. Fertilization is internal. And oviparous ആണ്. അതുപോലെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറഞ്ഞത്? കോർവസ് ക്രോ, കൊളുംബ പീജിയൺ, സിറ്റാക്കുല പാരറ്റ്, സ്ട്രുത്തിയോ ഓസ്ട്രിച്ച്, പാവോ പീകോക്ക്, അപ്റ്റിനോഡൈറ്റിസ് പെൻഗ്വിൻ ആൻഡ് നിയോഫ്രം വൾച്ചർ. ഓക്കെ, ഇത് കോഡ് വെച്ച് പഠിക്കുക. ഓക്കെ, കോർവസ് ക്രോ, കൊളുംബ പീജിയൺ, സിറ്റാക്കുല പാരറ്റ്, സ്ട്രുത്തിയോ ഓസ്ട്രിച്ച്, പാവോ പീകോക്ക്, അപ്റ്റിനോഡൈറ്റിസ് പെൻഗ്വിൻ ആൻഡ് നിയോഫ്രം വൾച്ചർ. ഓക്കെ, so that's class aves for you. Any doubts ഉണ്ടോ? ഇല്ലെങ്കിൽ let's go to the other section. Wait, അതൊന്ന് റിവൈസ് ചെയ്യാം. Class aves, the characteristic feature of aves birds are the presence of feathers, and most of them can fly except flightless birds, example ostrich. They possess the beak. The forelimbs are modified into wings. Hind limbs generally have scales and are modified for walking, swimming, or clasping tree branches.
Skin is dry without glands except the oil gland at the base of the tail. And endoskeleton is fully ossified endoskeleton ഉള്ളത്. And also it presents of pneumatic bones, അതായത് എയർ സ്പേസ് are present inside the bones. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് ലൈറ്റ്. ഓക്കെ, നമ്മൾ എന്തൊരു ബോൺ വെയിറ്റ് നമ്മൾ പറയാറില്ലേ, ബോൺ വെയിറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബേർഡ്സ് there is no bone weight because it is pneumatic bone. Digestive tract of birds have additional chambers, the crop and gizzard. Heart is completely 4-chambered. Okay, and they are warm-blooded homeothermous animal. That is, they are able to maintain a constant body temperature. Respiration is by lungs. Air sacs connect to the lungs, supplement respiration. Sexes are separate. Fertilization internal. They are oviparous and development is direct. Development direct ആണ്. Sexes separate ആണ്, oviparous ആണ്. ഓക്കെ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ് പറഞ്ഞത്? കോർവസ് ക്രോ, നമ്മുടെ സാധാ കിളികളല്ല. ഓക്കെ, കോർവസ് ക്രോ, കൊളുംബ പീജിയൻ, കൊളുംബ മീൻസ് പീജിയൻ. Then Sitacula parrot, Struthio ostrich, Pavo peacock, Actinoditis penguin, and Neophron vulture. ഇതൊക്കെയാണ് എന്ത് aves എന്ന് പറയുന്നത്. Next, our last and the most advanced class, it is the Mammalia. Class Mammalia. Class Mammalia, they are found in variety of habitats. Polar ice cap, desert, mountains, ഇതിലെല്ലാം നമുക്ക് ആരെ കാണാൻ പറ്റും? Mammalia കാണാൻ പറ്റും. Okay? And for forest, grassland, എല്ലാത്തിനും കാണാം. Some of them have adapted to fly. Fly ചെയ്യുന്ന mammals ഏതാ? Bat. The most unique mammalian characteristic is the presence of milk producing glands. Mammalia എന്ന് എടുക്കാൻ കാരണം presence of mammary gland ആണ്. ഓക്കെ, അതെന്തിനാ? For which young ones are nourished. They have 2 pairs of limbs ഉണ്ട്, adapted for walking, running, climbing, burrowing, swimming or flying. ഏത് യൂസ് വേണമെങ്കിലും പറയാം. Walking, running, climbing, burrowing, swimming or flying. Skin of mammals is unique in possessing hair. നമ്മൾ ഏവ്സിൽ എന്ത് പറഞ്ഞു? Skin possess feather പറഞ്ഞു, ഇവിടെ possess hair. And external ears or pinna are also present. ഇതും വേറെ ഏത് ക്ലാസ്സിലും ഇല്ല, പിന്നെ ഇല്ല. Teeth, different types of teeth are present in the jaw. Heart is 4-chambered. They are homeothermous. Respiration is by lung. Sexes separate. സൈഡിൽ എഴുതാം, sexes separate. Sexes are separate and fertilization internal. Fertilization internal. They are viviparous with few exception, and development is direct development. Okay, these are the peculiar natures of the mammals. So mammals ഏറ്റവും മെയിനായി പറഞ്ഞ എന്തൊക്കെയാ? ലൈക്ക് സ്കിൻ പോസസ് ഹെയർ. ഓക്കെ, ഹെയർ ഉണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ഓഡിറ്ററി ആയിട്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഇസ് പിൻ ഐസ് പ്രസൻറ്റ്. എക്സ്റ്റേണൽ ഇയേഴ്സ് ഓഫ് പിൻ ആർ ഓൾസോ പ്രസൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് ആർ പ്രസൻറ്റ് ആൻഡ് ദേ ആർ ഹോമിയോതോമസ്. റെസ്പിറേഷൻ ബൈ ലങ്സ്. സെക്സ് സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. വിവിപാരസ് ആണ്. അതുപോലെ എന്താ? ഡെവലപ്മെൻറ്റ് ഇസ് ഡയറക്റ്റ്. എക്സാമ്പിൾസ്, ഓവിപാരസ് ആയ മാമൽസ് ഉണ്ട്. അതേതാ? ഓർണിത്തോറിംഗസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓവിപാരസ്, ഓർണിത്തോറിംഗസ്, പ്ലാറ്റിപ്പസ്. ഈ വിവിപാരസ് ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? വിവിപാരസ് നമുക്ക് മാക്രോപ്പസ് കാങ്കറു, then Pteropus, flying fox or the bat. Camelus camel, macaca monkey, ratus rat, canis dog, felis cat, elephant, equus horse, delphinus, common dolphin, Balaenoptera, blue whale, panther tigris and Panthera leo. ഓക്കെ, ഇതെല്ലാം മാച്ച് ദ ഫോളോവിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ എല്ലാം ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾസ് വരും. ആൻഡ് ഇതിലേതാ ഓഡ് വൺ ഔട്ട് ഏതൊക്കെയാണ് ചൂസ് ചെയ്യാൻ, അതെല്ലാം ഉണ്ടാവും. ഓക്കെ, അതിലേതാ? ഓവിപാരസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓർണിത്തോറിംഗസ്, ഇറ്റ് ഇസ് പ്ലാറ്റിപ്പസ്. മുട്ടയിടുന്ന മാമൽസ് ഇറ്റ് ഇസ് ജസ്റ്റ് പ്ലാറ്റിപ്പസ്, ദാറ്റ് ഇസ് ഓർണിത്തോറിംഗസ്. വിവിപാരസ് ആണ് ബാക്കിയെല്ലാം. മാക്രോപ്പസ്, കാങ്കറു, പ്റ്റീറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്, കാമലസ് ആൻഡ് മക്കാക്ക മങ്കി, റാറ്റസ് റാറ്റ്, കാനിസ് ഡോഗ്, ഫെലിസ് കാറ്റ്, എലിഫന്റ് എല്ലാം പറയുന്നു. So that marks the end of the chapter Animal Kingdom. Very big chapter, lot of examples, ഒരുപാട് പഠിക്കാറുണ്ട്, but very interesting too. Okay, so ഇനി എന്താ, ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, എനിവൺ ആദ്യം ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? എന്ത് ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിച്ചോളൂ ചാറ്റ് ബോക്സിനകത്ത്. എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? എല്ലാത്തിനും എക്സാമ്പിൾസ് പഠിച്ചേക്കും. ഓക്കെ, സ്റ്റഡി എക്സാമ്പിൾസ് ഓഫ് എവറി സിംഗിൾ തിങ്. എക്സാമ്പിൾസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല കോഡ് ഉണ്ടാക്കിയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്നാലും എക്സാമ്പിൾസ് എന്ത് കോഡ് വേണമെങ്കിലും യൂസ് ചെയ്ത്, ബട്ട് എന്നാലും യു ഷുഡ് നോ ദ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് പറയണം, അതുപോലെ കോമൺ നെയിംസ് പറയണം.
അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഉണ്ടാവും, അതുപോലെ കോമൺ നെയിം ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം കാക്ക, തത്ത, അങ്ങനെ ലൈക്ക് മയിൽ, അങ്ങനെയൊക്കെ പറയും. ലൈക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ജസ്റ്റ് ക്രോ, പീജിയൻ, പാരറ്റ്, പീകോക്ക്, ഓസ്ട്രേലിയ അങ്ങനെ പഠിച്ച കാര്യമില്ല. അതർ നെയിം ഓൾസോ ലൈക്ക് കോർവസ്, കൊളുംബ, സിറ്റാക്കുല, സ്ട്രുത്തിയോ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ഐ ഗെസ് ദർ ആർ നോ മോർ ഡൗട്ട്സ് ഹിയർ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? യെസ്, യെസ് മീൻസ് ഡൗട്ട്സ് ആണോ? ഡൗട്ട്സ് ഉണ്ടെന്നാണോ? സോ ഡൗട്ട്സ് ഇല്ലെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. പിന്നെ ഇടയ്ക്ക് ഇത് ഗ്ലിച്ച് അടിക്കുന്നുണ്ട് അല്ലേ ഇന്ന്, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇന്നലെ ഫുൾ ക്യാമറ ഓഫ് ആവുന്ന പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ഇന്ന് അത്ര പ്രശ്നമില്ല. നോ ഡൗട്ട്സ്. ഓക്കെ, ഓൾ റൈറ്റ്. Then we'll conclude this session here. Okay, so I hope Animal Kingdom you're good with it. Okay, ഇത് ഇന്ന് തന്നെ വായിച്ചു നോക്കുക. ഓക്കെ, ഇന്ന് തന്നെ വായിച്ചു നോക്കുക. എല്ലാ എക്സാമ്പിൾസും ഇന്ന് തന്നെ ഫുൾ പഠിച്ചിരിക്കുക. എല്ലാ എക്സാമ്പിൾസും ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ആൻഡ് യു ഷുഡ് ലൈക്ക് ഇത് കാണോട്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ യു വിൽ ലൈക്ക് റിപ്പീറ്റഡ്ലി റീഡ് ഇറ്റ്. ഓക്കെ, റീഡ് ഇറ്റ്, അങ്ങനെ കണ്ട് വീണ്ടും വീണ്ടും എക്സാമ്പിൾസ് എല്ലാം സുഖമായിട്ട് തന്നെ പഠിക്കാം. എല്ലാ എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ആൻഡ് കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ ലാസ്റ്റ് ഇവിടെ ടേബിൾ ഉണ്ട്. ഈ ടേബിൾസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബാക്കി എല്ലാവരും ക്ലാസിഫിക്കേഷൻ ഇതുപോലത്തെ ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ സ്വയം ശ്രമിക്കാൻ നോക്കുക. ഇതിലിപ്പോൾ എല്ലാം ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ലൈക്ക് ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബട്ട് എന്നാലും ഇതിലും നമുക്ക് ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ നമുക്ക് എഴുതിയേക്കാം കുറേ സാധനങ്ങൾ. സോ ഓക്കെ ദെൻ, താങ്ക് യു. ടുഡേയ്സ് സെഷൻ ഈസ് ഓവർ ദെൻ. ഗുഡ് ബൈ.